എൻ്റെ പൊന്നെ, നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുന്നേ ഞാൻ മലയാളികളെ എൻ്റെ അപ്പോൾ മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം, വില കുറച്ച് കിട്ടണം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ എവിടെ കൂടി ഇട്ട് പോകുന്നുണ്ടോ, പോകുന്ന കഥയുടെ കൂട്ട് കണ്ടവിടെ മെട്രോയിൽ പോയി ഇരുന്ന് കണ്ണീർ ഒലിപ്പിക്കുകയായിരുന്നു 1.5 കൊല്ലം. 1, 2, 3 അല്ല, ഒരു 600 പ്രാവശ്യം. ആരെങ്കിലും ഒരാൾ അങ്ങനെ പോയി എന്ത് കാര്യം നിങ്ങൾ നോക്കിയിരിക്കുമോ? നിങ്ങൾക്ക് അത്ര ചങ്കില്ലാത്ത മനുഷ്യരാണോ? മലയാളിയുടെ ഒരു ഡ്രസ് സെൻസ് പൊതുവെ ഭയങ്കര സട്ടിലാണ് വെൻ കമ്പയർഡ് ടു തമിഴിയൻസ്. റിപ്പറ്റേറ്റീവ്. അതാണോ സട്ടിൽ? അൺബിലീവബിളി റിപ്പറ്റേറ്റീവ്. Accidentally by default is the quick answer. Accidentally by default I came into other. There was no planning. 1980 ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ I was a studious student. റാങ്ക് 1 ആണ്. ലൈക്ക് യു ക്യാൻ വാക്ക് ഇൻ ടു മെഡിക്കൽ കോളേജ്. ആദ്യ അഡ്മിഷൻ ഒന്നും വേണ്ട, ബിക്കോസ് എനിക്ക് അവിടെ ഒരു ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരെ ആദ്യം വരുള്ളൂ. ഹയസ്റ്റ് മാർക്ക് ഐ വിൽ ബി ദ ഫസ്റ്റ്. സോ ലോക്കൽ മൈ കാർ വിൽ ഡ്രോപ്പ് മീ. അത്രയ്ക്ക് അങ്ങനെ ഒരു വണ്ടിയൊക്കെ അന്ന് അച്ഛൻ തരും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒരിക്കലും ആ സമയത്ത് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല. ഐ മീൻ ഐ വാസ് വാണ്ടിങ് ടു സ്റ്റഡി മോർ അറ്റ് ദാറ്റ് പോയിന്റ്. എങ്ങനെ ഈ റീറ്റെയിൽ രംഗത്തേക്ക് വരാനുണ്ടായ ഒരു ഇതുണ്ടായിരുന്നു? അച്ഛന് ഒരു സെക്രട്ടറി വേണമെന്ന് പണ്ടേ പറഞ്ഞിരുന്നു. അപ്പോൾ പഠിക്കാൻ എവിടെയും വിടുന്നില്ല എന്ന് വന്നപ്പോൾ ദെൻ ദ ഫസ്റ്റ് ഓപ്ഷൻ ഓക്കെ ഷാൽ ഐ കം ഇൻ ടു ദ സ്റ്റോർ. അവർ സമ്മതിച്ചില്ലെങ്കിലല്ലേ പിന്നെ പുറത്തോട്ട് പോകാനൊക്കത്തുള്ളൂ. ദർ വാസ് നോ വുമൻ അറ്റ് ദാറ്റ് ടൈം വർക്കിംഗ്, ആൻഡ് എസ്പെഷ്യലി ഫ്രം ആർ കാസ്റ്റ്. No women was working at that time. ഇങ്ങനത്തെ ലോകമേ അല്ല അന്ന്. There was no women in the working area, hardly any few people. ടീച്ചേഴ്സ് കാണും. അങ്ങനെ അവിടെ ഇവിടെ കുറച്ച് പേര്. IT ഇത്ര പോപ്പുലർ അല്ല. അപ്പം IT ഇല്ല എന്ന് ആലോചിച്ചാൽ പിന്നെ ആരാ ജോലിക്ക്? ബാങ്ക് റെയറായിട്ടേ പെണ്ണുങ്ങളുള്ളൂ. സോ ഞങ്ങളുടെ ആളുകൾ ആരും ജോലിക്കും പോയിട്ടില്ല, പെണ്ണുങ്ങൾ. സോ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ കട കയറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ജോലിക്ക് വരട്ടെ എന്ന് ചോദിച്ചു, ആൻഡ് ഹി സെഡ് യെസ്. And looking back, do you regret the decision or you? No, I really enjoy, and I'm happy that I could follow the request of my parents and my father, so that I'm far better off than anybody and everybody around. ഇപ്പോൾ ഞാൻ വേറെ ഏതൊരു ജോലിക്ക് പോയിരുന്നെങ്കിലും അത് എൻ്റെ കൺട്രോളിലല്ലായിരുന്നിരിക്കാം. ഡോക്ടർ, യു ആർ അറ്റ് ദ മേഴ്സി ഓഫ് മെനി പീപ്പിൾ, ആൻഡ് നൗ യു ഹാവ് ദ. ഇപ്പം നമ്മൾ കുത്തിക്കൊല്ലുമെന്ന് വരെ പേടിയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പോട്ടെ, അല്ലെങ്കിൽ തന്നെ ഒരു സീനിയർ ഡോക്ടർ, കാർഡിയോളജി, പൾമനോളജിസ്റ്റ്, ഇവരൊക്കെ പറയണ കേട്ടിട്ട് വേണം ഒരു ജനറൽ ഫിസിഷ്യൻ ജോലി ചെയ്യാൻ. അന്ന് അത്ര കോർഡിനേഷൻ ഇല്ലെങ്കിൽ പോലും മോർ ഓർ ലെസ് ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പം എല്ലാ ഫീൽഡിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഐ എം റാദർ എ ലീഡർ ആസ് മേ ബി ഞാൻ എന്നെ അങ്ങനെ ഓർഗനൈസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഒരു ഗ്രൂപ്പിനകത്ത് പോയി ഞാൻ എത്ര നന്നായി ജോലി ചെയ്യുമെന്ന് എനിക്ക് എപ്പോഴും പേടിയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുമോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഞാൻ തെറിച്ചിങ്ങി പോരും. അപ്പോൾ അത് തെറിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. then you are thrown outside അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്തതായിരിക്കാം. പക്ഷെ ഇങ്ങനെയൊരു സീന് എനിക്കിപ്പോൾ ഐറ്റിക്കാരൊക്കെ ഗ്രൂപ്പ് ഫോം ചെയ്ത് they are the group leaders and they are controlling so many people and they are talking nice to everybody around. I said okay, it's not me at the moment. I cannot even think of that. പിന്നെ എന്താ വക്കീൽ? ഓക്കെ, കോർട്ടിൽ പോയിട്ട് എത്ര നാളൊരു കേസ് പറഞ്ഞ് നിൽക്കണം. വക്കീലുണ്ടായിരുന്നു. ഹൗസ് മേക്കറിന് പഠിക്കാൻ പോകാമെന്നുണ്ടായിരുന്നു. മെഡിസിൻ ആയിരുന്നു എൻ്റെ ഹയസ്റ്റ് പോയിന്റ്. അതിലിപ്പം എത്ര പഠിച്ചാലും തീരൂല. വല്ലവരും താഴെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പൂട്ടിയിട്ടോ തുറന്നിട്ടിട്ടോ വരാനൊക്കത്തില്ല. ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകും. ദാറ്റ്സ് ഇറ്റ്. I have the freedom. I work 24/7. I can also move out. ബീന കണ്ണൻ എന്ന് പറയും ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആണ്. പക്ഷെ കുറെ നാൾ മുന്നേ അങ്ങനെ ഒരാളല്ല. അച്ഛൻ പറയുന്നത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ, സാധാരണ സ്ത്രീ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? വാസ് ഇറ്റ് ഈസി? ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോസസ് എങ്ങനെയായിരുന്നു?
പണ്ട് തനിയെ ട്രാവൽ ചെയ്യാനോ ഒന്നും അച്ഛൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ച് ഭർത്താവ് ഉണ്ടെങ്കിൽ നീ പോയിക്കോ, ഭർത്താവിനെ വിളിച്ചിട്ട് എവിടെ വേണേലും പൊക്കോ, തന്നെ പോകാന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അച്ഛനും സമ്മതിക്കത്തില്ല. ആ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭർത്താവും സമ്മതിക്കുമെന്ന്. ഇന്നത്തെ പോലെ അല്ല, ഇറങ്ങി വിട്ടിട്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോ, നിൻ്റെ ജോലി കഴിഞ്ഞ് നീ വന്നാൽ മതി എന്നൊന്നും പറയുന്ന ഒരവസ്ഥയല്ല അന്ന്. വിടുകയുമില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. സോ ഐ വാസ് അറ്റ് ദ മേഴ്സി ഓഫ് മൈ ഹസ്ബൻഡ്. എനിക്ക് എവിടെയെങ്കിലും പോകണേ പുള്ളിയുടെ കൈയും കാലും പിടിച്ച് ഞാൻ നിൽക്കേണ്ടി വരും. 3 മാസം 6 മാസമൊക്കെ നിന്നാലേ ചിലപ്പോൾ ഒരു പർച്ചേസിന് ഇറങ്ങാനൊക്കത്തുള്ളൂ. ഐ യൂസ് ടു റിഗ്രറ്റ് ലാസ്റ്റ്ലി, അയ്യോ എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെക്ടർ ഒരു സീസണിൽ ചെയ്യണം. ഐ വോണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ഞാൻ കളയില്ല എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ. അതുപോലൊന്നും ഒന്നും പറ്റില്ല, തന്നെ വിടില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു, ഈ ഒരു ഇന്നത്തെ ഒരു ബോൾഡ് അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിയത്? പണ്ട് ബീന കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഡോട്ടർ ഓഫ് തിരുവെങ്കിടം ആൻഡ് വൈഫ് ഓഫ് മിസ്റ്റർ വീരയ്യ. അത് കഴിഞ്ഞ് 1980 when I took the helm of affairs, then only I became slowly bold to answer the queries and അങ്ങനെ. ബിക്കോസ് ഇപ്പോൾ 80 എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻറ്റ് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പുള്ളി ചോദിക്കും, ബീന അവരിവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു, ബീന എന്താ ചെയ്യാത്തത്? അന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ പോലും എൻ്റെ കാണത്തില്ല. സാരീസ് ടെമ്പിൾ ഓഫ് സിൽക്സ് തുടങ്ങുന്ന സമയത്ത് എറണാകുളത്ത്, ദാറ്റ്സ് അവർ ബ്രാൻഡ് ഫോർ സിൽക്ക് സാരീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അന്ന് 1 ലക്ഷം രൂപ ഒരു ഇൻവിറ്റേഷൻ അടിക്കാൻ എൻ്റെ കയ്യിലില്ല. അത് കസിൻസിനോടോ കടം കൊടുത്തവരോടൊക്കെ ചോദിച്ചാൽ അത് വലിയ കുറ്റമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇൻവിറ്റേഷൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസ്ഥ. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഏജൻസിയിൽ എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ആഡ് എടുക്കുന്നില്ലേ ബീന? ഞാൻ പറഞ്ഞു, വിജി ബാക്കിയുള്ളവരുടെ ആഡൊക്കെ കണ്ട് വിജി സന്തോഷിച്ചാൽ മതി, എൻ്റെ നമ്മുടെ ആഡ് ഇപ്പോൾ എടുക്കുന്നില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെ പറയാനും പഠിക്കാനും, വൺസ് യു ആർ ഇൻ ദ സീൻ യു സ്ലോലി സ്റ്റാർട്ടഡ് ടു ലേൺ. It just happens automatically. It was in the system, it was engraved in the system, just came out. There was nothing injected or nothing pulled out. No. Was it surprising for you that our transformation, that I'm able to make these bold decisions on that life? Never ever, because I would have seen my grandfather. He's such a strong person. ഞാൻ പണ്ട് 8 വയസ്സുള്ളപ്പോൾ ഗ്രാൻഡ് ഫാദർ അടുത്ത സ്കൂളിലൊക്കെ പോയി പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു. അന്ന് ആലപ്പുഴ എൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഒരു 8 വയസ്സുകാരിയെ അക്രോസുള്ള സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. ഐ വാസ് എലോൺ അറ്റ് ഹോം. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് നോ ബഡി വാസ് ദെയർ അറ്റ് ഹോം. സെർവൻസ് വല്ലവരൊക്കെ കണ്ട് ഇറ്റ്സ് ബിഗ് ഹൗസ്. ഞാൻ നടന്ന് ഗേറ്റിൻ്റെ അവിടെ പോയി പിടിച്ചുകൊണ്ട് നിൽക്കുക. ഐ കനോട്ട് ഗോ ഔട്ട്. ഐ കനോട്ട് ആസ്ക് അവിടുത്തെ കെയർ ടേക്കറുണ്ട്, ഇല്ല അവിടെയെല്ലാം പോകാൻ പാടില്ല, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ എം ദെയർ. ബട്ട് ഐ കുഡ് സ്പെയറിംഗ്ലി ഹിയർ മൈ ഗ്രാൻഡ് ഫാദർ ഓവർ ദ മൈക്ക്. അപ്പം കൊള്ളാലോ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ കപ്പിൾ ഓഫ് ഇൻസിഡൻസേ ഉണ്ടായിട്ടുള്ളൂ. അമ്പലത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന കണ്ട് കാണും. പക്ഷേ ഒരുപാട് കാണാനോ കേൾക്കാനോ ഉള്ള അവസരങ്ങൾ പോലും അന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദറിനെ എല്ലാ വീക്കിലും ഞങ്ങൾ ആലപ്പി വീട്ടിൽ പോവും. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ദൂരെ നിന്ന് അങ്ങനെ വീഴ്സേ കൊട്ടക എന്നാണ് പറയുന്നത്, ഫോർ ഹിസ് റൂം ഏരിയ. അതിൻ്റെ അടുത്ത് പോലും പോകത്തില്ല. ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് അങ്ങനെ രാവിലെ തൊട്ട് അങ്ങനെ ഹീ സച്ച് എ സ്ട്രോങ് പേഴ്സൺ. നല്ല രാവിലെ തൊട്ട് ഹിൽ ടേക്ക് കൺട്രോൾ ഓഫ് ദ എൻ്റയർ സിറ്റുവേഷൻ. സോ ഇതൊക്കെ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. അതേമാതിരി അച്ഛൻ വാസ് ഓൾസോ വെരി സ്ട്രോങ് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് തിങ്സ്. എറ്റൊക്കെ യു ആർ വാച്ചിങ്, ബട്ട് യു ആർ വാച്ചിങ് ഹോൾ ഓഫ് യുവർ ലൈഫ്. It was nothing new to me. I was never putting the camera from that side into me to analyze me or to understand me or to bifurcate me into parts. Vendi vannattilla. I do every single bit as to what I think it is right or wrong. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വേണോ വേണ്ടായോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യം വരത്തില്ല. ശരിയേ ചെയ്യുള്ളൂ. ചിലപ്പോൾ പിന്നെ വല്ലതൊക്കെ ഡയലോഗ് നമ്മൾ ചിലപ്പം ഫാമിലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയലോഗ് നമ്മൾ ഇന്ന് ഇത് പറഞ്ഞ് നമുക്ക് മാറ്റി പറയാമായിരുന്നോ എന്ന് തോന്നുന്നു. ക്രൂക്കഡ് വേ ഓഫ് ആൻസറിങ് തിങ്സ് അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല പെട്ടെന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് പക്ഷേടാ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ കൊള്ളായിരുന്നു അല്ലേ. അങ്ങനെ ഒരു ക്രൂക്കഡ് വേയിൽ തിങ്ക് ചെയ്യാൻ ഐ ഹാവ് ടു കം ബാക്ക് ആൻഡ് ഓർഗനൈസ് മൈ സെൽഫ് ടു സെറ്റ് ആൻ ആൻസർ. അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി വന്നിട്ടില്ല. പലതിനും ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ദ മെട്രോ കേസ് പീപ്പിൾ വിൽ ബ്ലെയിം മീ. Bina, you did something completely wrong. I said no.
വേറെ വല്ലവരുടെയും കാര്യത്തിൽ, വീട്ടിലെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് അത്ര ശരിയായില്ല. നോ, ഇറ്റ് ഈസ് മൈ, ഞാൻ ചെയ്തത് എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫുമാണ്. എനിക്ക് എൻ്റെ ബെസ്റ്റും കംപ്ലീറ്റ് സെൽഫിൽ ചെയ്യാനൊക്കത്തില്ല. ഐ കനോട്ട് ഡു യുവർ ബെസ്റ്റ് ആൻഡ് യുവർ കംപ്ലീറ്റ് സെൽഫ്. നോ, എൻ്റെ ബെസ്റ്റും എൻ്റെ കംപ്ലീറ്റ് സെൽഫും ഓരോ ഏരിയയിലും എൻ്റെ എപ്പോഴും കണ്ടു കാണും. സോ ഐ കുഡ് റിഗ്രറ്റ് ടു എനി ക്വസ്റ്റ്യൻ എനിവെയർ എവ്രിവെയർ. I could say no, I did my best. റിഗ്രറ്റ് വന്നിട്ടേ ഇല്ല നാളിതുവരെ. എനിത്തിങ്, ട്രീറ്റിംഗ് മൈ ഹസ്ബൻഡ് ഓർ എനിത്തിങ്, എൻ്റെ ബെസ്റ്റ്. അങ്ങനെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ സ്കൂളും നോക്കും, കടയും നോക്കും. സംബഡി ഈസ് ടു ബ്ലെയിം മീ. ആരാ? അച്ഛനൊന്നും പറയത്തില്ല. അച്ഛൻ പറഞ്ഞാൽ he'll try to support me, otherwise he will not let me know. എനിക്ക് വഴക്ക് കിട്ടിയാലും തിരിച്ച് പറയുന്ന മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം പറയും, ബീന എന്തിനാ സൂറത്ത് പോകുന്നത്? സൂറത്ത് പോയാൽ ക്യൂരിയ സാരിയൊക്കെ തരും, എല്ലാ സാരിയും എടുക്കണം, റിട്ടേൺ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു 30-50 കൊല്ലം മുമ്പ് സൂറത്ത് പോകുന്നത് വലിയ തെറ്റായിരുന്നു. അപ്പോൾ അന്ന് പോലും ഞാൻ ഇറങ്ങി അങ്ങ് പോകും. ഞാൻ അച്ഛാ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ മാനേജർ പറയും, ബോംബെയിലെ മാനേജർ പറയും, ഇല്ല ഇവിടെ ബോംബെയിൽ നിന്ന് എടുക്കുന്ന ബെസ്റ്റ്, യു ഗെറ്റ് യുവർ കളർ സെലക്ഷൻ. അവിടെയാണെങ്കിൽ കീറിയത് വരും, റിട്ടേൺ ഇല്ല, കളർ സെലക്ഷൻ കിട്ടില്ല, യു ആർ ഗോയിങ് ടു ഗോ ഇൻ ദ റോങ് വേ. I kept on doing. തെറ്റ് പറഞ്ഞാലും അച്ഛൻ ബാലൻസ് ചെയ്തോളും. യുനോ, അങ്ങനെ പറ്റൂ. ബട്ട് there were people to blame you through, if not my father, somebody else. But it's okay. കരഞ്ഞു പോയ സമയങ്ങളുണ്ട്. ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ മാനേജറൊക്കെ ഇരുന്നുകൊണ്ട് എന്നെ കുറ്റം പറയും. യു ആർ ഗോയിങ് ടു ഗോ ടു ന്യൂ പാർട്ടീസ്, യു ആർ ഡിനൈങ് ഐറ്റം ഫ്രം ദ ഓൾഡ് പാർട്ടി. ഇപ്പോൾ പേര് വരെ എനിക്കറിയാം. പഞ്ചരത്ന എന്നോ പറയുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നുണ്ടായിരുന്നു അറ്റ് ദാറ്റ് പീരീഡ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് അവിടെ ഇഷ്ടമല്ല, ഐ ഹാവ് ടു ഡു സംബഡി എൽസ്. അപ്പോൾ അതൊരു തെറ്റായിട്ട് ബോംബെ മാനേജർ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കും. ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കുത്തിയിരുന്ന് വിങ്ങി കരഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ. ഇല്ല, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ ഇൻകം ഒന്നുമില്ല. ഐ മീൻ ഐ എം നോട്ട് ഗെറ്റിംഗ് എനി കട്ട് ഓർ എനിത്തിങ് ഔട്ട് ഓഫ് ഹിം. ബട്ട് ഈ പറയുന്നവരൊക്കെ എല്ലാവരും കട്ട്സ് എടുത്ത് കാണാം. എല്ലാവർക്കും വേറെ ഇൻകമും ഉണ്ട്, വിച്ച് ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ ബ്രദേഴ്സ് തമ്മിലാണെങ്കിൽ പോലും 500 രൂപ സാരിയുടെ മുകളിൽ വാങ്ങിക്കുന്ന സിസ്റ്റം ഗോസ് ഓൺ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ മെനി എ ലോങ് ടൈം. ഐ ഡോണ്ട് ഡു എനി സച്ച് അൺറൂളി തിങ്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബില്ലിൽ ഇട്ട് തന്നേരെ. 5 രൂപ കുറച്ച് തന്നാൽ ബില്ലിൽ തന്നേരെ. സോ nothing to regret. What the question was? There was no ബീന കണ്ണൻ. ബീന കണ്ണൻ ഉണ്ടായിരുന്നാണോ ചോദിച്ചത്? അതായത് ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ ഡിസിഷൻസും എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാദർ ഉണ്ടായിരുന്നു, യുവർ ഹസ്ബൻഡ് വാസ് ദേർ. സോ വിച്ച് പോയിന്റ് യു റിയലൈസ് ദാറ്റ് ആ ബോൾഡ് ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു മാറ്റർ ഓഫ് സർപ്രൈസ് ഇല്ല. ബിക്കോസ് ഒരു 8 കൊല്ലം ഹസ്ബൻഡ് ക്യാൻസർ ഉണ്ടായിരുന്നുകൊണ്ട് അറിയാമായിരുന്നു ഒരു പോയിന്റിൽ. ഐ വാസ് ഓൾവേസ് എ വിൻ ഫൈറ്റ്. അപ്പോൾ തോക്കുന്ന ഫൈറ്റാണ് നീ ചെയ്യുന്നതെന്ന് എന്നെ തന്നെ കൺവിൻസ് ചെയ്തിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഒരു 8 കൊല്ലം ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഐ ന്യൂ ഐ വാസ് ഫൈറ്റിങ് എ ലൂസിങ് ബാറ്റൽ. ഇന്നല്ലേ നാളെ നീ തോക്കും എന്നാണെന്നുള്ള ഡിസിഷൻ ഡിപ്പെൻഡ്സ്. സോ അപ്പോൾ തോക്കുന്ന ബാറ്റിൽ യു ഹാവ് 3 kids, യു ഹാവ് ടു ഫൈറ്റ്. അതാരും 8 കൊല്ലം കരഞ്ഞ് തീർത്തു. അച്ഛൻ ലാസ്റ്റ് നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, രാത്രി 1 മണി 2 മണി എന്നും കരച്ചില്ല. ലാസ്റ്റ് 1 കൊല്ലം കരച്ചിലൊന്നും നിന്നവൻ്റെ. But അപ്പോൾ അത് കഴിഞ്ഞ് when my husband passes away, I knew that you are at the head of affairs. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചത്, you have to let me travel, you don't hold me back എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അച്ഛനൊന്നും പറഞ്ഞില്ല. I was taught how to travel safe from my husband. സോ അതുകൊണ്ട് അതും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വിൽക്കുന്നത് സാരി ആണെങ്കിലും അത് ടോട്ടലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്, ടോട്ടലി ഒരു മെയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫീൽഡായിരുന്നു. അങ്ങോട്ടാണ് ബീന കണ്ണൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വരുന്നത്. ആ ഒരു പേട്രിയാർക്കിയുടെ ഒരു കൺട്രോളിനെ എങ്ങനെയാണ്, how did you face it? See, to begin with, there was no ബീന കണ്ണൻ. നിങ്ങൾ ഈ പറയുന്ന 2000 ആണ്ടിലും ഒന്നും ഈ ബീന കണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ല. 1996 ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഞങ്ങൾ കളർ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഡിസൈനർ ബീന കണ്ണൻ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മ 1996 ഉള്ളത്. അപ്പോൾ തൊട്ട് ഐ വാസ് ദെയർ ആസ് എ ഫേസ്. ബട്ട് ഇപ്പം ഞാൻ പോകുന്ന ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ആർക്കും ഒരു ബീന കണ്ണൻ എന്നൊരു ക്യാരക്ടർ ഇല്ല. ബിക്കോസ് എനി നോർമൽ ലേഡി, സാധാരണ ഇന്നത്തെ പോലത്തെ, ഇന്നത്തെ യൂണിവേഴ്സ് ലുക്സ് ദ സെയിം. ഡ്രസ്സിങ് കോഡ് ആൻഡ് എവറിത്തിങ് ഇസ് മോർ ഓർ ലെസ് ദ സെയിം ത്രൂ ഔട്ട് ദ വേൾഡ്. അല്ല, ത്രൂ ഔട്ട് ദ യൂണിവേഴ്സ് എന്ന് വേണേൽ പറയാം. അപ്പോൾ
അങ്ങനെ അല്ല അന്ന് നമ്മളിവിടുത്തെ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഒരാൾ അടുത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ പറയുന്നു തമിഴ്നാട്ടുകാർക്ക് വേണ്ടി വീവിങ് ഒന്നും അല്ല നമുക്ക് വേണ്ടിയത്. അവരോട് ചോദിച്ചാൽ സാധാരണ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു, ആൻഡ് they cannot digest it. They cannot give me my product. Who am I? മനസ്സിലായി. ഐ വാസ് nobody in front of people. ബട്ട് ഞാൻ പറഞ്ഞ സമയത്ത് പോവും, ഞാൻ ഓർഡർ കൊടുക്കുന്ന സാധനം എടുത്താൽ പേയ്മെൻറ്റ് കൊടുക്കും, സോ റിട്ടേൺ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ വളരെ ഇപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ദർ ഇസ് നോബഡി ഇൻ ദ ഹോൾ ഓഫ് കൺട്രി, ഹോൾ ഇന്ത്യയിൽ പോലും ആരും കാണത്തില്ല. എൻ്റെ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് ടൈമും ഡേറ്റ് വിട്ടിട്ടാണ് പോകുന്നത്. ടൈം വരെ കാണും 90% ഓഫ് ദ പ്ലേസസ്. അപ്പോൾ ആ ടൈം സ്കെഡ്യൂൾ അനുസരിച്ച് പോയി ചേരുക തന്നെ ചെയ്യും. മോറലെസ് ദേ നോ ഐ കീപ് മൈ ടൈം. മോറലെസ് ദേ നോ ഐ കം ഫോർ എ പർച്ചേസ് ഇഫ് ഐ ആം ടെലിംഗ് ദം ദാറ്റ് ഐ ആം കമ്മിങ് ഇൻ. സോ എന്നെ വിശ്വസിച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് ഈ ആണുങ്ങളെന്ന് പറയുന്നവർ അവർ ഇടയ്ക്കൂടെയൊക്കെ കയറി ചെന്ന് ഞാൻ പോകുന്നതിന് തലേ ദിവസം 2 ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച ഒക്കെ പോയി എടുക്കാൻ ശ്രമിക്കും. ഓക്കെ എടുത്തോ, 2-4 പ്രാവശ്യം കിട്ടത്തില്ല, ഞാൻ ശരി ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോരും. അന്ന് ഇത്ര ലാഘവത്തോടെ പറഞ്ഞ് കാണത്തില്ല, പക്ഷെ സങ്കടത്തോടെ ആയിരിക്കും അന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലപ്പാ, ശരിപ്പാ നീ തരല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരും. പിന്നെ അടുത്ത പ്രാവശ്യം they see to it that I get my stock hook or crook, right or wrong. ഞാൻ പിന്നെ ഞാൻ പറയാം തന്നില്ലേ നിനക്ക് പോയി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും, അന്ന് അത്രയും പറയാൻ പറ്റില്ല. സോ there was no Veena Kannan to begin with. I was a normal girl who the world just doesn't know. പിന്നെ the businessman. ഈ കൊച്ചു കേരളത്തിലെ ഒരു മൂക്കില്ലാ രാജ്യത്ത് ഒരു മുറുമൂക്കൻ രാജാവാണ് ഞാൻ. അല്ലാണ്ട് ഒരു വലിയ ലോകത്തോട്ടോ ഈ കേരള കഴിഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലോ അല്ലെങ്കിൽ മലയാളികളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് കച്ചവടക്കാർക്കറിയാം, ബോംബെ ബേസ്ഡ് കച്ചവടക്കാർക്ക് കുറേ പേർക്കോ കൽക്കട്ട ബേസ്ഡുകാർക്കൊക്കെ എന്നെ അറിയാം, കൽക്കട്ടക്കാർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്നെ. പക്ഷേ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനൊന്നും വലിയ ആളൊന്നുമല്ല. സോ യു ജസ്റ്റ് എ നോർമൽ പേഴ്സൺ എനിവേ. യു ആർ നോട്ട് എ ഫിഗർ, യു ആർ നോ എനിത്തിങ് എനിവേ. Nobody in the whole world. ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ചോദിച്ചത്, കാരണം ഒരു ശക്തമായ ഒരു ഡിസിഷൻ ഒരാൾ എടുക്കുമ്പോൾ, ഒരു ആണെടുത്താൽ അത് ഭയങ്കര കോൺഫിഡൻറ്റ്, ഹീസ് വെരി കോൺഫിഡൻറ്റ് എന്ന് പറയും. അതേ തീരുമാനം ഒരു പെണ്ണെടുത്താൽ ഷീസ് വെരി അറഗൻറ്റ് എന്ന് പറയുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ആസ് എ വുമൺ ആരെന്ത് പറഞ്ഞു എനിക്കെന്താ, നിങ്ങൾ പലതും പറയും, പറഞ്ഞു ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ചോദിക്കും എന്തോടെ എന്നാ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്ന് വരാം. ബട്ട് ഐ എം നോട്ട് ബോതേർഡ് ബിക്കോസ് അരഗൻസ് ഇല്ലാതെയോ ഒരു വളരെ കൂളായിട്ടുള്ളൊരു ഇന്ന് എൻ്റെ മക്കളോ അല്ല പലരും വളരെ കൂളാണ്, അമ്മ വൈ ഡു യു ടേക്ക് തിങ്സ് കൂൾ, ഓക്കെ. പക്ഷേ അതങ്ങനെ അന്ന് പറ്റില്ല, ഇന്നും പറ്റില്ല. ഇഫ് യു ടേക്ക് തിങ്സ് കൂൾ കച്ചവടക്കാർ നമ്മുടെ മുകളിൽ കൂടെ അങ്ങ് നടന്നു പോകും. ദേ ആർ ദ ബിഗ്ഗസ്റ്റ് വില്ലൻസ് ഇൻ ദ ഹോൾ വേൾഡ്. ഞാൻ ഒരു സമയത്ത് തോന്നി ബിസിനസ്സുകാരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന്. കുറച്ച് അടുത്ത മിനിറ്റ് മനസ്സിലാക്കി ഇവരാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്ന്. തന്നെ കണ്ട തൻ്റെ തോളിൽ കൂടെ കൈയിടും, അങ്ങനെ കണ്ട അങ്ങനെ തോളിൽ കൂടെ കൈയിടും. ഇതൊന്നുമല്ല, നോർത്ത് ഇന്ത്യൻസ് കണ്ട അവർ തോളിലായിരിക്കും കൈ, സൗത്ത് ഇന്ത്യൻസ് പുറകെ പോകും, റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കി നിൽക്കും, വേറൊരു കച്ചവടക്കാൻ വരും തോളിൽ കൈയിട്ടിട്ട് അവൻ അങ്ങ് പോകും, നമ്മളിവിടെ പിന്നെയും നോക്കി നിൽക്കുക. എന്നിട്ട് പറയും മാഡം ആപ്കാ ടേസ്റ്റ് ചെയ്ത നെയ്യ് ടീക്ക് എന്നേ പറയാനൊക്കത്തുള്ളൂ. അതങ്ങനെ 10 പ്രാവശ്യം പോയി പിന്നെയും കേൾക്കും. പിന്നെ എന്തായി, അയാൾ നമ്മളെ വന്ന് വിളിച്ചിട്ട് പോകുന്ന സ്ഥലം വരെ വന്നു. അയാൾ പുറത്ത് ഡിന്നറിന് പോവാം, കൽക്കട്ട സ്ഥലം. അവിടെ പോകുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകും. അപ്പോൾ പോകുമ്പോൾ ഡിന്നറിന് കാണുമ്പോൾ അയാൾ നല്ല കുടിച്ചിട്ടും കുടിക്കാതെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെ വരണമെന്ന് അറിയത്തില്ല. അയാൾ വന്ന് ആ പാത്തയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ ഇപ്പോൾ അറിയാം. അന്ന് നിങ്ങളുടെ ടേസ്റ്റ് എനിക്കില്ല എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. പിന്നെ വേറെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ വീവിങ് സെക്ടറിലുണ്ടായിരുന്നവർ എന്നെ പുറത്തെടുത്ത് നിർത്തും. നിങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് തമിഴ്നാടും ഹൈദരാബാദും ടേസ്റ്റ് നമുക്ക് കൈവയ്ക്കാനേ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളിടത്ത് എനിക്ക് പോയി വാങ്ങിക്കാനൊക്കത്തില്ല, റേറ്റും കൂടുതലായിരിക്കും, വാങ്ങിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ കയറാതിരിക്കത്തില്ല, കയറിയൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് 2, 4, 10, 15 എടുത്തിട്ട് ഇറങ്ങും. പിന്നെ 2 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയാൾ നമ്മളെ ടേബിളിൽ ഇരുത്തി വർത്താനം പറയിക്കും. സെലക്ഷൻ മോഡിലാണ്. ഇന്ന് താഴെ ഞാൻ ഓഫീസിലൊന്നും കയറത്തില്ല, നേരെ പോവും. അല്ല അവിടെ നേരെ ഞാൻ ഗോഡൗണിലായിരിക്കും എൻ്റെ അവസ്ഥ. ഇഫ് നോട്ട് ദ വീവർ ഐ ബി ഇൻ ദ ഗോഡൗൺ. അവിടെ ഇരുന്ന് എടുത്തിട്ടായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. ഏത് പുതിയ സ്ഥലത്താണെങ്കിൽ പോലും ഐ വെഞ്ചർ ഇൻ, ആരും ഒന്നും പറയത്തില്ല. അപ്പോൾ ഇയാളാണ് എന്നെ ഓഫീസിൽ പിടിച്ചിരുത്തി ഇയാളടുത്ത് കഥ പറയണം, പറഞ്ഞിട്ടേ മുകളിൽ പോകാനൊക്കത്തുള്ളൂ. ശരി, ചിലപ്പോൾ ഇനി അനിയനാണോ ചേട്ടനാണോ, 2 പേരുണ്ട്, ചേട്ടനാണോ അനിയനാണോ ആളെന്ന് എനിക്ക് അവിടെ മനസ്സിലാകുന്നില്ല. അനിയന്മാർ സംസാരിക്കാറില്ല, അടുത്ത ക്യാബിനിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പലപ്പോഴും അറിയാം.
ഞാനിങ്ങനെ എത്തിയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇയാൾ വർത്താനം പറഞ്ഞോ ചിരിച്ചോ മുഖം നോക്കിയോ കണ്ടിട്ടില്ല. അറിയില്ല ഇയാൾ ഇതിലാരാ കൺട്രോൾ ആറ്റുകയില്ല എന്നും എനിക്കറിയില്ല. എന്തോ ചേട്ടൻ വിളിക്കുന്നു, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എടുക്കുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ ഇത്രയൊന്നും എടുത്താൽ പോരാ, ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ശരി, എല്ലാ തെറിയും കേൾക്കും. കേട്ട് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകും, പിന്നെയും തെറി കേൾക്കും, എടുത്തിട്ട് വരും. പിന്നെ എൻ്റെ സ്റ്റാഫ് കൂടെ ആദ്യം ഞാൻ 10 വർഷം തന്നെയാണ് ജോലി ചെയ്തത്. പിന്നെ സ്ലോലി ബിഗാൻ ടു ട്രെയിൻ സ്റ്റാഫ് വിച്ച് ടുക്ക് മീ 10 years. അപ്പോൾ എനിക്ക് അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മദറിനിലേക്കൊക്കെ ഒരു ദിവസം സിക്ക് ആണെങ്കിൽ ലീവ് എടുക്കാനൊക്കത്തില്ല. സോ ഐ സ്റ്റാർട്ടഡ് ടു ട്രെയിൻ മൈ സ്റ്റാഫ് വിച്ച് ടുക്ക് another 10 years. അപ്പോൾ 20 years ഫുൾ ഞാൻ തന്നെയാണ് 100% തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാഫ് പറയും എനിക്ക് വേണ്ട ബീനമ്മ, ബിക്കോസ് ഇത് കാഞ്ചീപുരം വിലയുടെ അത്രയായി, ഈ വില കൊടുത്താൽ ഞാൻ ഒറിജിനൽ കാഞ്ചീപുരം അതിനപ്പുറം ഞാൻ എടുത്തോളൂ. ഞാൻ പറഞ്ഞാൽ നോക്ക് നന്നായില്ലേ, താൻ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല? ബീനമ്മ 1000 രൂപ കൂടുതൽ കൊടുത്താൽ ഞാൻ കാഞ്ചീപുരം സാരി എടുക്കാം എന്നാണ് അയാളുടെ ന്യായം. ഇതൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ പാസ്സായി, എല്ലാം കഴിഞ്ഞ് കൊറോണ വന്നു പോയി. അയാളിടയ്ക്ക് എൻ്റെ കടയിൽ വന്ന് ഡിസൈൻ തരാമെന്ന് ഞാണ്ടൊക്കെ ചോദിച്ചു. ഞാനൊന്നും അനങ്ങിയില്ല. ഇന്ന് അയാൾ എൻ്റെ കാലി വീഴും. ഒരു വർഷം 15 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല. വേണേൽ വീഴുന്ന സ്റ്റില്ല് വേണേൽ എടുത്ത് കാണിച്ചു തരാം. അയാളെൻ്റെ കാലി വീഴും. ഇപ്പോൾ ഫോൺ ചെയ്താൽ മതി, അയാളുടെ ഭാഷയിൽ അയാൾ പറയും നിങ്ങളാണ് എൻ്റെ ദൈവം, നിങ്ങളാണ് എല്ലാം എനിക്ക് ചെയ്തു തരുന്നത്. അയാളുടെ ഭാഷ പറഞ്ഞു അവനെ ഓൺ ചെയ്ത് അയാൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞോളൂ. ബിക്കോസ് അതാണ് അവസ്ഥ. എങ്ങനെ ഈ സെക്ടറിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. സോ എങ്ങനെ ഈ ഫാഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന, ഹൗ ഡു യു manage to be updated with the latest fashion trends? കസ്റ്റമേഴ്സ് ആൻഡ് കസ്റ്റമർ റിക്വസ്റ്റ്, അവർക്ക് എന്ത് വേണോ ആ രീതിയിൽ അങ്ങ് പോകും. ഞാൻ പണ്ടൊക്കെ എനിക്ക് വേണ്ടിയതൊന്ന് വിൽക്കാനൊക്കെ ശ്രമിച്ചിരുന്നു, അതൊന്നും ഒരിക്കലും നടക്കത്തില്ല. എനിക്ക് വേണ്ടിയത് വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ കോൺട്രാസ്റ്റ് മാറ്റി ഉടുക്കണം, കേരള ഒന്ന് മാറണം, കുറച്ചെല്ലാം യൂണിവേഴ്സലായിട്ട് എല്ലാം ഉടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നും. അനങ്ങുമില്ല. വല്ല ഹിമാലയം കൊച്ചു കുന്നുപോലും അല്ല, മല പിടിച്ച് കുളിക്കുന്ന മാതിരിയാ. ഞാൻ നിർത്തി പരിപാടി സുല്ല്. ഞാൻ 30 കൊല്ലം മുമ്പേ നിർത്തി. നിങ്ങൾ എന്ത് വേണോ അതെടുത്തോ. So you get the feedback from customers. അല്ല, ഇവർക്ക് ബ്ലാക്ക് ആൻഡ് റെഡാ വേണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് റെഡും കൊടുത്തേക്കും. ചോദ്യം ഉത്തരം ഒന്നുമില്ല. അതെനിക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് ചേരുവോ, ഇഫ് യു വെയർ എ ലെസ് ലൈറ്റർ ബ്ലൂ യു വിൽ ബി ലുക്കിംഗ് ബെറ്റർ എന്നൊന്നും. ബ്ലാക്ക് ആൻഡ് റെഡ് എന്നല്ല, ഓക്കെ ബ്ലാക്ക് ആൻഡ് റെഡ് എന്നല്ല, പ്ലീസ് ഗോ ഹാഡ്. അത്രേ പറ്റൂ. ഒരിക്കലും ഇപ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടണം. മലയാളിക്ക് പിന്നെ എന്ത് ഉടുക്കാം ഏത് ഉടുക്കാം, വില കുറച്ച് കിട്ടണം. ഇവിടെ വേറൊരു ഷോപ്പ് വന്നിരുന്നു, ഒരു കൊച്ചു ആഡുകളൊക്കെ സെൻട്രൽ പേജിൽ നിങ്ങളുടെയിലും വന്ന് കാണും, ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു ഓഫ് ടിഷ്യൂ സാരീസ്. ഗേൾസ് വിൽ മെയ് ഐ ഡോണ്ട് നോ വൺ ഓഫ് യു അവിടെ ഒരാൾ തലയാട്ടി. സോ അപ്പം അല്ല ടിഷ്യൂ സാരിയുടെ ആഡ് കുറേ കാലം പോസ്റ്റ് കാർഡ് സൈസിൽ ഫ്രണ്ടിൽ മാത്രം വന്നുകൊണ്ടിരുന്നു. ഈ ടിഷ്യൂ സാരി മലയാളികൾക്ക് ദഹിക്കുകയില്ല. അതെന്ത് തിളക്കം, ഈ തിളക്കം, ശരി ഓക്കെ, ഈ തിളക്കം വേണ്ട, ആയിക്കോട്ടെ. അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് സൈസ് ഒരു ആഡ് ഫ്രണ്ട് പേജിൽ, പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു 3-4 കൊല്ലം ഒരു 20 പ്രാവശ്യത്തിൽ കൂടുതൽ അല്ല 50 പ്രാവശ്യത്തിൽ കൂടുതൽ വന്ന് കാണും. ഞാൻ ടിക്ക് ഇട്ടു, ഓക്കെ നൗ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് യൂസ് ടു ദിസ്. ദേ സ്റ്റാർട്ടഡ് ടു വെയർ. അവർ പതുക്കെ ഉടുക്കാൻ തുടങ്ങി. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ 5 രൂപയുടെ സാധനം അടുത്ത വർഷം 6 രൂപയിൽ ചോദിക്കും, 6 രൂപയുടെ സാധനം അടുത്ത വർഷം 7 രൂപയ്ക്ക് കൊടുക്കാം. ഇപ്പം അത് അങ്ങനെയല്ല. പ്രൊഡക്ഷൻ ചാർജും കൂടുമായിരുന്നു. ഇപ്പോൾ റിവേഴ്സിലാണ്. 10,000 രൂപയുടെ സാധനം ചോദിച്ചാൽ പിന്നെ 8,000-ന് താ, 8,000 ചോദിച്ചത് 6,000-ന് താ. ഞാൻ പറഞ്ഞു ബാബു ഇനി നീ സാധനം വെറുതെ ചോദിക്കുമോ എന്നോടൊന്ന് ഞാൻ ചോദിക്കും. കോൺട്രാസ്റ്റ് ബീനമ്മ 6 രൂപ കേൾക്കുறாங்க. ഹലോ കമോൺ, ഓക്കെ. ടിഷ്യൂ വേണമാ 5,000 രൂപയ്ക്ക് വേണമാ, ഓക്കെ. ഈ ഇവർക്കൊക്കെ അറിയാമായിരിക്കും ഓരോ ഗോഡസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണും പടമിടുന്നവർ. പക്ഷേ ഇവർ ആക്ച്വലി ദേ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദേ സെൽ സ്റ്റുപ്പിഡ് മെറ്റീരിയൽ ഓൺലൈൻ. വാട്ട് ഈസ് ഓൺലൈൻ ആൻഡ് ഓൺലൈൻ ഈസ് ക്വൈറ്റ് ചീറ്റബിൾ. എൻ്റെ ഏജൻസിയുടെ ആൾക്ക് പോലും അറിയാവുന്ന ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വേണം ചോദിക്കാൻ ഞാൻ. Because from the ground, I understand that the online ad people who claim themselves as manufacturers are no manufacturers. They are retailers selling goods, claiming that they are production people. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ വെറുതെ ഒരു സ്ത്രീ ഉടുത്ത് കാണിക്കുന്നു. അപ്പം അവരൊരു വിലയ്ക്കൊരു സാധനം പറയുന്നു. ആ വിലയ്ക്ക് ആ സാധനം അവർക്ക് തന്നെ കൊടുക്കാനൊക്കില്ല. 5-10 കൊടുത്തിട്ട് ബാക്കി 300 കേസ് അവരുടെ പേരിലുള്ളത്.
ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ 30 രൂപയ്ക്ക് തരുന്നെന്ന് പറയുമ്പം എല്ലാവരും കയറി ഇറങ്ങി നോക്കും, അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി, ദാറ്റ് ഈസ് ദെയർ ഇൻകം. അപ്പോൾ ഇതൊന്നും ഇപ്പോഴുള്ളവർ അറിയുന്നില്ല. ഈ വരുന്ന തുണി എന്തുവാണെന്നോ ആ തുണി കൊള്ളാവോ എന്നോ റീയൂസബിൾ ആണോ എന്നോ ഒന്നും അറിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സോ എവരിബഡി വിൽ ലേൺ സ്ലോലി. കേരളത്തിന്റെ ഫാഷൻ സെൻസിബിലിറ്റി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് മാഡത്തിന്റെ ഒരു അഭിപ്രായം ആസ് ഇറ്റ് ഇവോൾവ്? കഷ്ടമാണ്, ഇപ്പോഴും വലിയ കഷ്ടമാണ്. there are lot of stores right now അല്ലെങ്കിൽ brands who focus exclusively and കുറെ നോക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ട്രെൻഡ്സ് ഒത്തിരി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രിഫറൻസ് മാറി എസ്പെഷ്യലി among youngsters. So do you think ആ ഒരു കേരളത്തിന്റെ ഒരു കൺസംപ്ഷൻ Do they have a fashion sensibility? അതോ do they have ഒരു സെൻസിബിലിറ്റി ഉണ്ടോ ഫാഷന്റെ ഒരു കേരളത്തിന്? സപ്പോസ് തമിഴ്നാട്, കർണാടക വെച്ചിട്ട് എവറി സ്റ്റേറ്റ്, എവറി ഡിസ്ട്രിക്ട് ഇസ് ഡിഫറെന്റ് പെർ സേ. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യൂ, ഡിസ്ട്രിക്ട് ഡിഫറൻസസ് എന്താണ്? അത് ഞാൻ ഓരോ 5 years 10 years ഓൾസോ ദ കംപ്ലീറ്റ് സിസ്റ്റം ചേഞ്ചസ്. നേരത്തെ പഴയത് വെച്ച് പറയുകയാണെങ്കിൽ ഡൽഹി വാസ് ഫുൾ ഓഫ് സ്റ്റോൺസ്. ഞാൻ ഈ ഇപ്പോൾ വായിനോട്ടം ഞാൻ നിർത്തി. മറ്റേ ഞാൻ വായിനോട്ടമായിരുന്നു ഫുൾ ടൈം, ബിക്കോസ് വാട്ട് ദ ഗേൾസ് വേ അത് ഞാൻ എപ്പോഴും ഇറ്റ് വാസ് ഇൻ മൈ ലുക്ക് ഔട്ട്. ഇപ്പം നോക്കാനൊന്നുമില്ല. യൂണിവേഴ്സ് ഇസ് ഓൾ ദ സെയിം. എല്ലാം ഒറ്റ വണ്ടിക്ക് കെട്ടിയിട്ട് വലിച്ചാൽ അങ്ങ് പോകും. ഡൽഹി പണ്ട് ഫുൾ ഓഫ് സ്റ്റോൺസ് ആയിരിക്കും. കൽക്കട്ട വിൽ ബി മൾട്ടി ലെയേർഡ് ആൻഡ് മൾട്ടി കളേർഡ് വിത്ത് ഗോട്ടാപതി എന്ന് പറഞ്ഞാൽ ലൂറെക്സ് ഒക്കെ വെച്ചതൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടിയത്. മൾട്ടി കളർ ആയിരിക്കും അവർക്ക് വേണ്ടിയത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെയറിങ് ഓഫ് ദ സാരി അവർ എൻജോയ് ചെയ്യും. ഇതൊന്നുമല്ല ബോംബെ ലിറ്റിൽ ഹെപ്പ് ആൻഡ് അതർവൈസ് നല്ല രീതിയായിരിക്കും ബോംബെ. നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉടുത്ത പടം മാത്രമേ അങ്ങനത്തെ പടം റെഫറൻസ് കൊണ്ടുവന്നേ നമ്മൾ ചെയ്യും. ബാക്കി തെലുങ്കുകാരാണെങ്കിൽ പറയും നേരത്തെ ഉടുത്ത ഒന്നും വേണ്ട, പുതിയ ഫാഷൻ വേണം എന്ന്. അപ്പോൾ ഒരു രസമുണ്ട്, പുതിയ നോക്കിപ്പോയാൽ മതി. അത് പറ്റത്തില്ല. പുതിയത് കാണിച്ച പറയും ഇല്ല എനിക്ക് അതേ ലൈറ്റ് ലവാൻഡർ അങ്ങനെ തന്നെ വേണം, ലൈറ്റ് പിങ്ക് അങ്ങനെ തന്നെ വേണം, അല്ലെ മെറൂണ് അങ്ങനെ തന്നെ വേണം. ഐ ഡോണ്ട് വോണ്ട് ദ ജെറി ടു ബി സീൻ, ഐ ഡോണ്ട് വോണ്ട് എനി ജെറി ഓൺ ദ ബോഡി. ബട്ട് അപ്പോൾ താനും വേറെ ഒരാളും തമ്മിൽ എന്ത് വ്യത്യാസം? കല്യാണത്തിൽ വരുന്ന ആളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത് ഇറ്റ് ടേക്സ് എ വൈൽ. ലിമിറ്റഡ് ഫാഷൻ. ആൻഡ് ഇപ്പോഴും ഞാനും എൻ്റെ ഹെഡ് ഡിസൈനർ ജോബിനും ആൻഡ് we are worried that we are in Kerala. ഞങ്ങൾക്ക് ജോബിനെ ഇപ്പം മനസ്സിലായോ? എവറി അതർ ഇയർ ഐ ആസ്ക് ഹിം, ബിക്കോസ് ഹി വാസ് വർക്കിംഗ് ഇൻ ഡൽഹി, ഹി വാസ് വർക്കിംഗ് ഇൻ ദുബായ്. ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സിനൊക്കെ അവനറിയാം. ഡൽഹിയിലെ സാബേസാച്ചി എല്ലായിടത്തും അവൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്പോൾ നമ്മുടെ കഴിവ്, നമ്മുടെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഹെവി സാരി, ഹെവി ലെഹങ്ക ഒക്കെ ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അംബാനി സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ മലയാളിയിൽ 10 പേര് പോലും കാണത്തില്ല ഞങ്ങളുടെ കഴിവെടുക്കാൻ എന്ന് പറഞ്ഞാൽ യു ആർ ലൂസിങ് അസ്. ഇറ്റ്സ് ഓക്കെ, ചലത്തായ. ബിക്കോസ് ഞങ്ങളുടെ കഴിവെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമ്മതിക്കണം. ഒരളവ് വരെ നോക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്തടുത്തോട്ട് നിങ്ങൾ മാറും. ഒന്നുമല്ല. വി ആർ ഫാർ ബെറ്റർ ദാൻ എനിബഡി ആൻഡ് എവറിബഡി ഇൻ ദ ഫാഷൻ വേൾഡ് ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഇപ്പം നിങ്ങൾ ജനറൽ കടയിൽ നിങ്ങൾ പോയി വാങ്ങിച്ചാൽ യു വിൽ ബി വൺ അമംഗ്. എനിക്ക് സ്റ്റേജിൽ കണ്ടാൽ അറിയാം ഇത് ഏത് ബ്രാൻഡിൽ നിന്ന് വന്ന ഡ്രസ്സാണെന്ന് ഞാൻ പറയും സ്റ്റേജിൽ. ദിസ് പീപ്പിൾ കം ഫോർ അവാർഡ്സ്, യു വിൽ നോ ഈ ഗേൾ ഏത് കടയിലായിട്ടിരിക്കുന്നത് അവർക്ക് തന്നെ അറിയാം. യു വിൽ ബി ബ്രാൻഡഡ് ഇൻ ദ കോളേജ് ഓൾസോ. കോളേജിൽ പോകുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ? അങ്ങനെ ഗ്രൂപ്പായിട്ട് അറിയാം ഇത് ഇന്ന സ്ഥലത്ത് നിന്നാന്ന് അറിയാം. അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്താൽ യു വോണ്ട് നോ, ബിക്കോസ് യു വിൽ ബി യുണീക്ക് ആൻഡ് യുവർ ക്ലോത്ത് വിൽ സ്റ്റാൻഡ് എ ലിറ്റിൽ ലോങ്. 2, 3, 4, 5 കൊല്ലം നിന്നൊന്ന് വരാം. മറ്റേ ത്രോയവേ അല്ലേ വരുള്ളൂ. ഇനി കല്യാണം ഞങ്ങളെപ്പോലെ അവസാനം എന്തൊക്കെ പോയി നിരങ്ങിയാലും ചീമാട്ടി വന്നാലേ ലാസ്റ്റ് തൃപ്തിയാവുള്ളൂ എന്നുള്ള ഡയലോഗ് ഈസ് യൂണിവേഴ്സൽ. അതുമായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ഈ മാനുഫാക്ചറേഴ്സാണ് ഓൺലൈനിൽ കിടക്കുന്നതൊക്കെ വിശ്വസിക്കുന്ന മാതിരി നിങ്ങൾ ഈ മുളയ്ക്കുന്ന കൂണുകൾക്ക് വിശ്വസിക്കുക. പണ്ട് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ഒരു കുട്ടി വന്ന് ഒരു ഹാഫ് സാരിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന പോലെ കാണിച്ചു കരച്ചിൽ വന്നെന്നേ പറയാനൊക്കെ ഉള്ളൂ. ഇന്നലെ 10 വർഷം മുന്നേ ഒരു ലീല ലേസ് വെച്ചിട്ട്, ലീല ലേസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? സാധാരണ ലേസ്, ലീല ലേസ് വെച്ചിട്ട് ഒരു ധാവണി ഉണ്ടാക്കി. ഇറ്റ് വാസ് ലുക്കിംഗ് നോട്ട് ഗുഡ്. അപ്പോൾ അത് മതി ട്രിവാൻഡ്രംകാർക്ക്.
ലോക്കലിലുള്ള ഒരു പെണ്ണ് എന്തെങ്കിലും കുത്തി കൊടുക്കും. സ്കാറ്റർ ആയിരുന്നു നമ്മുടെ ഡിസൈൻ. അത് മാറ്റാൻ ഞാൻ ഐ ടുക്ക് 5 to 6 years. സ്കാറ്റർ കുത്തിട്ട് കഴിഞ്ഞാൽ അതാണ് എംബ്രോയിഡറിയുടെ മകുടെ ഉദാഹരണം ആണേ. ഞാൻ പറയാൻ ഇതിന് തലച്ചിട്ടേ ഉള്ളൂ. ഞാൻ 300 രൂപ സ്കാറ്റർ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ എന്തിനും എവിടെ തൊട്ടാലും സ്കാറ്റർ കിട്ടും നിങ്ങൾക്ക്. ആണേ സ്കാറ്റർ ആണ് ഫാഷൻ, വേറൊന്നും അറിയത്തില്ല. അപ്പോൾ അത് കുത്താനേ ഇവിടെ ഈ ഓരോരുത്തരും അടുത്തിരിക്കുന്ന തയ്യക്കാരനും അത്രേ അറിയത്തുള്ളൂ. 4-5 കുത്ത് ഇവിടെ അടുപ്പിച്ച് കുത്തുക, ഇവിടെ മാറ്റി കുത്തുക. ജോബിനെ സ്കാറ്റർ ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. എൻ്റെ ടീം വിൽ നോ. I took an effort to also get it stopped. സർദോഷി എന്നാ, എംബ്രോയിഡറി എന്നാ എന്നൊന്നും ഇവർക്ക് അറിയില്ല. കട്ട് വർക്ക് എന്നാ ഇതൊന്നും ഇവർക്ക് അറിയില്ല. അറിഞ്ഞാലും പൈസ തരാൻ റെഡിയല്ല. ഇത് പലതുകൊണ്ട് ഒരു ലണ്ടനിൽ നിന്ന് വന്ന ഒരാൾക്ക് ഞാൻ ചിക്കൻ വർക്ക്, ചിക്കൻ കട്ട് വർക്ക് പല്ലോ ഡിഡ് ഫോർ 40,000. അതൊക്കെ ടുക്ക് ആൻ എഫേർട്ട്. അപ്പോൾ വേണ്ടിയവർ വന്നാൽ ചെയ്തു കൊടുക്കും. നിങ്ങൾ ബ്രാൻഡിനെ കുറച്ചുകൂടി വിശ്വസിച്ച് മുന്നോട്ട് വന്നാൽ ദ ബ്രാൻഡ് വിൽ ഡാൻസ് വിത്ത് യു ലൈക്ക് നോ ബഡി എൽസ്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ കാണും, പക്ഷേ വിത്ത് കുറ്റം ആൻഡ് തെറ്റ് അങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ലൈക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരും ഫങ്ഷൻ ചെയ്ത് പോകാൻ ഒക്കത്തില്ല. ദർ ആർ സോ മെനി റീസൺസ് ഫോർ ദാറ്റ്. ഉള്ള തെറ്റും കുറ്റം വെച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നാൽ നിങ്ങൾക്ക് ചെയ്ത് കിട്ടാവുന്നതിൻ്റെ ഒത്തിരി ഒന്ന് വിശ്വസിച്ച് നിൽക്കണം. ആ പട്ടുസാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേ വരത്തുള്ളൂ. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ. ദേ ഹാവ് ടു കം. പിന്നെ മലയാളീസ് ഞടങ്ങി ഞങ്ങളുടെ അടുത്ത് ഡ്രസ്സ് ചെയ്തിട്ട് പോയവരൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട്. പിന്നെ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഐ എം വിത്ത് ദം ഫോർ എവറിത്തിങ്. ചട്ടയും മുണ്ടും 10,000 രൂപയ്ക്ക് വേണമെന്ന് വന്ന് ഒരു പത്തനംതിട്ടക്കാരന് വേണ്ടി ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ കടയുടെ 3 ഫ്ലോർ ഓടിക്കഴിഞ്ഞാൽ അവസാനം ചോദിച്ചു എൻ്റെ അടുത്ത് എൻ്റെ ഡിസൈനർ ചോദിച്ചു, എന്തിനാ മാഡം ഈ 10,000 രൂപയ്ക്ക് ഇത്ര ധൈര്യം ഓടിയത്? ജോബിന് ഇറ്റ്സ് നോട്ട് ദ മണി, ഇറ്റ്സ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവർ തിരിച്ചു വന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഐ നോ വൈ ഡിഡ് യു ഡു ദാറ്റ് എന്ന് ഇപ്പം അയാൾ പറയുന്നുണ്ടായിരിക്കും. 20,000 രൂപയ്ക്ക് ബനാറസി സർദോഷി ബോർഡർ വേണമെന്ന് ഒരു കസ്റ്റമർ. ഐ നോ ദ പ്ലേസ് ഫ്രം വേർ ഷി കംസ് ഫ്രം കേരള. ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഓൺലൈനിലെന്ന് തോന്നുന്നു. അത്രയും പൈസയ്ക്ക് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ്, എംബ്രോയിഡറി, ഞങ്ങളുടെ ഒരാളെ സർവ് ചെയ്യാൻ 3, 4, 5 പേര് വേണം. ഒറ്റയ്ക്ക് സർവ് ചെയ്യാനൊന്നും ഇപ്പം ഇവർക്ക് തലേ കയറത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടുന്ന് വരുന്നു? നിങ്ങളിതൊന്നും മര്യാദയ്ക്ക് നിന്ന് കൊടുത്തില്ലെങ്കിൽ യു ലൂസ് മെനി ഓഫ് ദം. What makes you different and what's your magic? Let her answer first. I will. Para. Customer satisfaction. Is it? അതാണോ ആൻസർ? എൻ്റെ പൊന്നെ, നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മുന്നേ ഞാൻ മലയാളികൾ എൻ്റെ അപ്പോ ഒന്നും പറയാനും വയ്യ, ഒന്നും പറയാതിരിക്കാനും വയ്യ. പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, ഒക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കസ്റ്റമർ എപ്പോഴോ വന്നു, ഒരു 2 ആഴ്ച മുന്നെയോ 1 മാസം മുന്നേ വന്നപ്പം വി വർ 10 of us മെയിൻ പീപ്പിൾ സർവിങ്. ആൻഡ് അയാൾക്ക് മാല വരെ ഞാൻ ബോംബെയിൽ നിന്ന് ഓൺലൈൻ കാണിച്ചു കൊടുത്ത് അവിടെ നിന്നുള്ള ആളിനെയൊക്കെ മുട്ടിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടിയ വടാപലഹാരം, സാരി, ഇരി, ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞു. ആ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം വന്നു, പിന്നെ വരുന്നെന്ന് പറഞ്ഞു. പിന്നെ വരും. ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയല്ല. എൻ്റെ ടീം ഈസ് ട്രാവലിംഗ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. ഞങ്ങൾ ഓരോ ഗല്ലിയിലും ഓരോ ഗോഡൗണിലും താഴെയൊക്കെ നിൽക്കുക. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഡിസൈനറിൻ്റെ അടുത്ത്, ഞങ്ങളാരും അവിടെ ഇല്ല സാർ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇവിടെ വന്നിട്ട് അപ്പോൾ എന്നാ ഞങ്ങളാരും സീറ്റിലില്ല. അപ്പോൾ അങ്ങനെ അത്ര പിടിച്ചില്ല. അപ്പോൾ എല്ലാവരും എപ്പോഴും കാണാൻ പറ്റുമോ? അത് പിടിച്ചിട്ട് ഞാൻ പുറത്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുക്കാനുള്ള സാരി എന്തൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെയും വന്നു ഇവിടെ. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? ഓക്കെ, പിന്നെയും വന്നും കഴിഞ്ഞിട്ട് അപ്പം ബൈ മിസ്റ്റേക്ക് ഞങ്ങളൊക്കെ, അപ്പോൾ അന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്. വൈകിട്ട് 4 മണിക്ക് ഞാൻ ഉണ്ടിട്ട് തിരിച്ച് ഐ കുഡ് ഗോ ഫോർ 10 minutes. ഞാൻ ഇറങ്ങി ഇയാൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയി. എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത്ര ആൾ പുറപുറ പറഞ്ഞു പുറത്ത് പോയി. ഇപ്പോൾ ആൾ വരുന്നുണ്ട്, മാഡം ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആയ സ്ഥിതിക്ക് ഗസ്റ്റ് ആയിരുന്നു തലങ്ങും മേലങ്ങും. ബട്ട് ഐ വാസ് ഫ്രീ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഐ വെൻറ്റ്. അപ്പോൾ കടയിൽ ചെന്നതിനൊക്കെ വേണ്ടിയൊക്കെ പ്രത്യേകിച്ചൊന്നും വേണ്ട. എൻ്റെ ഗൗൺ തയ്ക്കാനുണ്ടായിരുന്നു, അത് കിട്ടണം. സാരി ഏതായാലും നോക്കണം. ഓൾ സെറ്റാണ് അവിടെ. ഗൗണൊക്കെ റെഡി ആവുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഈ 10 കൂട്ടി സദ്യ എന്നും പറ്റുമോ സാർ എന്ന് ചോദിച്ചു. ഞാൻ എന്നും പറ്റിയെന്ന് വരില്ല, ഞങ്ങളൊക്കെ പലയിടത്തും കിടന്ന് ജോലി ചെയ്യുക, വിൽ ബി ടഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പം
ഒരു NRI ആയ ഒരാൾക്ക് ഒരു സംശയം, മാഡം എങ്ങനെ അങ്ങനെ പറയാം? മാഡം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പലഹാരമൊക്കെ വെച്ച് തന്നുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അത് ഞങ്ങൾ അയാളെ കാപ്പി കുടിച്ചില്ല അന്ന് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്ത് പത്തുംകുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെയാ. ഒരാൾ അവിയൽ, ഒരാൾ സാമ്പാർ, ഒരാൾ ചോറ്, ഒരാൾ പപ്പടം. എല്ലാവരും കാണത്തില്ലല്ലോ ഒരു ദിവസം. ഇപ്പം ഇതേ പത്തുംകുട്ടി സദ്യ നാളെ 11 മണിക്ക് ഇവിടെ നടന്നു വരില്ല. ആണേ, നിങ്ങൾക്ക് വേറെ തൊഴിലില്ല, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ 10 പേര് പോയി എന്ന് വരാം. ക്യാമറയും കൊണ്ട് ഒരാൾ എങ്ങോട്ടോ, ഒരു എഡിറ്റർ അന്ന് ലീവ്, വേറൊരാൾക്ക് വീക്കിലി ഓഫ്, വരുമോ വരത്തില്ലയോ? അപ്പോൾ 10 കുട്ടി സദ്യ 4 പേര് 4 പെണ്ണുങ്ങളെ സീറ്റിൽ കാണുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അത് പറഞ്ഞാൽ പോലും മനസ്സിലാവത്തില്ല. അത് പറഞ്ഞാൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നായി. 10 കുട്ടി സദ്യ എന്നെയാണ് പറഞ്ഞതേ, പറഞ്ഞു കൊടുത്തു, മനസ്സിലായി. മലയാളികളെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ പാടാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആസ് എ കസ്റ്റമർ അല്ല, അങ്ങനെ പറഞ്ഞാൽ കുറ്റം, ഇങ്ങനെ പറഞ്ഞാൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലെങ്കിൽ കുറ്റം, വന്നാൽ കുറ്റം, പോയാൽ കുറ്റം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ചിലർക്ക് സന്തോഷമാണ്. ഇപ്പം മിക്കവാറും എല്ലാവർക്കും സന്തോഷമാണ്. പിന്നെ പെണ്ണുങ്ങളുടേതായ പ്രശ്നം എല്ലാം ഉണ്ട്. ഈഗോ, പ്രസ്റ്റീജ്, അവരെ വേ ഫ്രം വൈ ദേ ആർ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. സൈക്കോളജി തൊട്ടെല്ലാം നമുക്ക് അവിടെ ആ പോയിന്റിൽ മനസ്സിലായില്ലേ നിൽക്കാൻ പറ്റത്തില്ല. ഒരു നേരെ കുവൈറ്റിൽ നിന്ന് വന്ന് അന്ന് ലാൻഡ് ചെയ്ത് കാണും. ഇല്ല, ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്നാ, ഇയാൾ അപ്പുറയിൽ നിന്നാ, ഇയാൾ ഇപ്പുറം എന്നൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അപ്പം മറ്റ് 2 കപ്പിളാണ്. ഒരു സ്ത്രീ പറഞ്ഞു, അല്ല ഇപ്പം ഇദ്ദേഹം കുവൈറ്റിൽ നിന്ന് ഇന്നലെയാണ് വന്നത്. തീർന്നോ സംഗതി പൊളിഞ്ഞേ? അത്ര നേരെ വേണ്ടു. പിന്നെ ആരെ കണ്ടാലും ഞാൻ പെട്ടെന്ന് ഗേജ് ചെയ്യും, NRI ആണോ അല്ലയോ. നിങ്ങൾ എന്തൊരു വേഷം കണ്ടിട്ട് വന്നാലും നമ്മൾക്ക് മനസ്സിലാവും. ടേസ്റ്റ് വേരീസ്, ആവശ്യം വേരീസ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാനായിട്ട് ചോദിക്കുന്നത്. എനിക്ക് ഐ ഡോണ്ട് മൈൻഡ് ഫ്രം വെർ എവർ യു ആർ കമ്മിങ്. സപ്പോസ് യു ആർ ബാംഗ്ലൂർ ബ്രെഡ്, യുവർ ടേസ്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. സപ്പോസ് യു come from Tiruvalla, now living there, your taste is different. Even if you say you are from Tiruvalla, if you are from Canada, yet your taste is different. അപ്പോൾ അതെനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. മലയാളിയുടെ ഡ്രസ് സെൻസിനെ പറ്റി ആദ്യം പറഞ്ഞു. വിതിൻ ഡിസ്ട്രിക്ട്സ് ഇതിൽ ചേഞ്ച് വരുന്നുണ്ടോ ഈ ഡ്രസ് ടേസ്റ്റിൽ? യെസ്. എങ്ങനെയാണത്? ഹിന്ദുസിന് കുറച്ച് ബ്രൈറ്റർ ജെറി വേണം, ക്രിസ്ത്യൻസിന് കുറച്ച് സട്ടിൽ ജെറി മതി. If you are conscious, you'll ask for what is new and what are the other colors available, other color jerries available എന്ന് ചോദിക്കാം. അങ്ങനെ പലതും അക്സെപ്റ്റ് ചെയ്യും നമ്മൾ കാണിക്കുമ്പോൾ. ചിലർ ഒരേ പിടിച്ചാൽ അവിടെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിട്ടിട്ട് അവർ വളരെ കളറില്ലാത്ത ഒരു കുട്ടി, ഒരു വലിയൊരു കുട്ടി അതിൽ നടന്ന 1 കൊല്ലം 2 കൊല്ലമൊക്കെ കാണും. ഒരു വലിയ സ്ക്വയർ ഡിസൈൻ ബ്ലൂ കളറിൽ ഉള്ളത് എടുത്തു കൊടുത്തു, അതാണ് എൻ്റെ മന്ത്രം ഓടിന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഒരു 3/4 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കളി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് പറഞ്ഞു, വൈ ഡു വോണ്ട് ടു സ്റ്റിക്ക് ഓൺ ടു ബ്ലൂ, വൈ ഡോണ്ട് യു ഓൾസോ ലുക്ക് ഇൻ ടു അതർ കളേഴ്സ്. തീർന്നു. ഞാൻ പറഞ്ഞത് പരമ കുറ്റം. ബിക്കോസ് ദാറ്റ്സ് ഫാക്ട്. ബിക്കോസ് അത്രയും ഉള്ളൊരു കുട്ടിക്കും വളരെ നിറം കുറഞ്ഞൊരു കുട്ടിക്ക് ബ്ലൂവും വലിയ സ്ക്വയറുള്ള ഡിസൈനും വേണ്ട, ആവശ്യമില്ല. അതിനേക്കാൾ ഒരുപാട് നന്നായിരിക്കും ആ കുട്ടി വേറെ എന്തെങ്കിലും ഉടുത്താൽ. അതെങ്ങനെ മാഡം അങ്ങനെ പറയാം? ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ ഏരിയയിൽ നിന്നങ്ങ് മാറി, അവരത് തന്നെ എടുത്തിട്ട് പോയി. ദാറ്റ്സ് ഓക്കെ. കരച്ചിലായി, പിഴിച്ചിലായി. പിന്നെ ഇപ്പം പിന്നെ ഗ്രൂംസ് ഇങ്ങനെ ആദ്യം ഇങ്ങനെ സപ്പോർട്ട് ചെല്ലുമല്ലോ. ഡൈവേഴ്സ് കേസസ് ആർ മോർ ദാൻ വെനെവർ ഇറ്റ് വാസ്. പിന്നെ അതൊക്കെ നമ്മളങ്ങ് മിണ്ടാതെ വായിച്ചാൽ മതി അന്നേരം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട രീതിക്ക് വെൻ സംബഡി ഇപ്പോൾ ഗാർമെൻറ്റ്സിൽ ഞങ്ങളുടെ കടയിലുള്ളവർ ഞങ്ങൾ പറയുന്നതായിരിക്കും ബെസ്റ്റ് ദാൻ എനി അതർ സ്റ്റൈലിസ്റ്റ് ഓർ മേക്കപ്പ് പേഴ്സൺ. ഞങ്ങൾ മേക്കപ്പ് പേഴ്സൻ്റെ അടുത്ത് ഞങ്ങൾ വരുന്നില്ലല്ലോ, മേക്കപ്പ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ സ്റ്റാഫും ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങളിലുള്ള ആരാണെങ്കിലും വി നോ ഫാർ സുപ്പീരിയർ ദാൻ എനിബഡി ഓഫ് വാട്ട് വിൽ സൂട്ട് ദ ഗേൾ when and where, and we can give them the color option. അതിൽ നിന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് പറ്റും. അതല്ലാണ്ട് സ്റ്റൈലിസ്റ്റ് പറയുന്നതേ കേൾക്കൂ, മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നതേ കേൾക്കൂ ഓവർ ദ ഫോൺ എന്ന് പറഞ്ഞാൽ we will be caught in between. ഇതിനകത്ത് സാരീസിൽ നല്ല ഒരു ടോട്ടൽ ഒരു ഡിസൈൻ, ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കാഞ്ചീപുരം അതിലൊക്കെ ഒരു കംപ്ലീറ്റ് ഒരു ഓവർഹോൾ, ലൈക്ക് സംവോട്ട് ബിഗ് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ. പണ്ട് സാരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ കാഞ്ചീപുരം ആണെങ്കിലും we didn't have that much amount of varieties and variations, but you brought in a lot of change in that. You completely actually changed everything. So how did you come about that way, like how to section saree, because India is known for sarees? അല്ല അതിലൊരു ചെറുക്കനെ ഞാൻ ഹണിമൂണിന് വെച്ച് അയച്ചു. അയാൾ കല്യാണം കഴിച്ച ഉടനെ എൻ്റെ ചിലവിൽ അയാൾ ഹണിമൂണിന് വെച്ച് അയച്ചു. അതാണ് എൻ്റെ ഏറ്റവും അറ്റം.
ഒരു ചെറുക്കനെ പാക്ക് ചെയ്ത് കല്യാണം കഴിച്ചതിൻ്റെ പൊന്നു പോകാൻ മുന്നേ വെക്കോ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പൈസ ഒക്കെ കൊടുത്ത് ടാറ്റ ബേബി പറഞ്ഞ് വിട്ട്. ഹിസ് ഫാദർ വാസ് വർക്കിംഗ് ഫോർ us ആൻഡ് ഇത് ന്യൂ അഡീഷൻ ടു ദ ഫാമിലി ആയിരുന്നു. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു സാർ ഡിഫറെൻറ്റ് ഇടാമെന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ സെറ്റ് അയച്ച് മൾട്ടി കളർഡ് വെർട്ടിക്കൽ സെറ്റ് ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ മൾട്ടി കളറാ വെർട്ടിക്കലാ പോകും കട്ടായ്മ എന്ന് പറഞ്ഞ അങ്ങേര്. ശരി, ആഡ് കൊടുത്തു, നല്ല രസമായിട്ട് വിൽക്കാൻ തുടങ്ങി. ദ കൗണ്ടർ സ്റ്റാർട്ടഡ് ടു സേ വിനമ്മ വിൽക്കുന്നുണ്ട്. then I wanted him to make more, which he did for a while. പിന്നെ ഈ ചെറുക്കൻ വന്നപ്പോഴത്തേക്ക് തീർന്നു. ലൂം കൺട്രോൾ പിന്നെയും ചെറുക്കൻ്റെ. ഇപ്പം ഞാനൊരു 8 കൊല്ലമായിട്ട് അങ്ങനെ എടുത്ത് ചോദിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. ഇപ്പം പിന്നെ ടേസ്റ്റ് മാറി, ഒന്നൊന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് പിന്നെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓരോരുത്തർക്കും ഓരോ രീതി വർക്കിങ്ങാണ്, അതനുസരിച്ച് അവരുടെ അടുത്ത് പ്ലേ ചെയ്യണം. ഒരു സെയിൽസ്മാൻ പോയി നിന്നാലും അങ്ങനെ 54,000 രൂപ ഒരു സാരിക്ക് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സെയിൽസ്മാൻ ഇരുന്നു. അയാളൊരു നാട്ടുപുറത്തുകാരനാണ്. അയാൾ പെട്ടെന്ന് ഇങ്ങനെ വെച്ചു. അപ്പോൾ തന്നെ അങ്ങനെ ഇങ്ങനെ ഇൻഡു വിട്ടു. സോ യു കനോട്ട് റിയാക്ട് ലൈക്ക് ദാറ്റ്. വെദർ യു ബൈ ഓർ നോട്ട്, ഹി ഈസ് നോട്ട് ഗോയിങ് ടു കമ്പൽ യു. സോ ഇതൊക്കെ നമ്മൾ പഠിച്ച് വേറൊരു വീവർ ഇപ്പോൾ ഇന്ന് സീനിലേ ഇല്ല. അവരുടെ മക്കൾ പുറത്തുനിന്ന് വന്നു, പുറത്തെ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു, വീവേഴ്സിനെയൊക്കെ ലൈനിലാക്കി, അങ്ങനെയൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് വീവേഴ്സൊക്കെ പോയി. ഓക്കെ, എല്ലാം കൂടെ തീർന്നോ? അത് കഴിഞ്ഞ് ഇപ്പം വേറെ പവർലൂം എന്ന് പറഞ്ഞാൽ 2-4 സാരി പ്രൊഡ്യൂസ് ചെയ്താൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ആൾ വേറെ രീതിയിൽ പോവുക. അപ്പോൾ ഇയാൾ ഭയങ്കര വാചകം അടിക്കും. എൻ്റെ അടുത്ത് ജനിച്ചപ്പോൾ എങ്ങനെ വാചകം അടിച്ചു അതേ വാചകം എപ്പോഴും അടിക്കുന്നത്. Like when I was young, yes, you can beat me with your tongue, but not always ever. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് നമ്മൾ സാറൊന്ന് കൈവെക്കാം. എത്ര കൊല്ലമായി ഒന്നൊന്ന് കൈവെച്ച് ഞാൻ എത്ര നാൾ പറയുന്നു സെൽഫ് ത്രെഡ് റെക്കോർഡ് വിത്ത് ലിറ്റിൽ ഹൈലൈറ്റ് ഒക്കെ നോക്കാം. ഐ ക്യാൻ ഗിവ് ദം 1000 ഐഡിയാസ് അറ്റ് എ മൊമെൻറ്റ്. അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിച്ചു. ദീപാവലിക്ക് ഞാൻ വിളിച്ചു. ഹാപ്പി ദീപാവലി സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ഞാനൊന്ന് കൈവച്ചിട്ടുണ്ട്. ഐ ഷോ യു നെക്സ്റ്റ് ടൈം വെൻ യു കം. ഇനി എത്ര ഉണ്ടെന്നുള്ളത് പോയിട്ട് അറിയാനൊക്കത്തുള്ളൂ. അതൊന്നും പറഞ്ഞ് വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. സോ they play tricks with you differently for different reasons at different times. നിൻ്റെ പാർസൽ കയറ്റി വിട്ടു, വന്നിട്ടില്ല, അത് ട്രിവാൻഡ്രത്ത് പോയി. ഇതൊക്കെ ഞാനിവിടെ നാളെ വിടും പാർസൽ എടുക്കാൻ. എന്നാൽ പോലും എന്നെ വെട്ടിക്കും പുള്ളി. പെർ വീക്ക് പ്രൊഡക്ഷൻ എനിക്ക് ഞാൻ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ പോലും വെട്ടിക്കും. അതിന് കഥയും പറയും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും അറിയാതെയും ഞാൻ ആദ്യം അങ്ങേർക്ക് ഞാൻ ചെക്സ് എൻ്റെ 8 മാസം കഴിഞ്ഞ് ഞാൻ ബ്രിങ്ങിങ് ഔട്ട് ചെക്സ്. സോ നൗ യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ചെക്സ് എന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. 5-10 ചെയ്ത് അയൽവാടെ ഫാമിലിയും കൊടുത്ത് അടുത്ത മദ്രാസിലെ വേറൊരാൾക്ക് കൊടുത്ത് സ്റ്റേജിൽ വിട്ടു. ഞാൻ കണ്ടു, ഒന്നും മിണ്ടിയില്ല. ചോദിച്ചാൽ അയാൾ പറയും ചെക്സസ് യൂണിവേഴ്സൽ. ആ മൊമെൻറ്റിൽ അതവിടെ വരേണ്ട കാര്യമില്ല, ഞാനാ പറഞ്ഞിരുന്നത്. അപ്പോൾ കയറി യൂണിവേഴ്സൽ ആയാലും എന്ത് ചെയ്യും? ശരി വരിക, മിണ്ടാതിരിക്കാനേ പറ്റൂ. അപ്പോൾ കണ്ടും അറിഞ്ഞും കേട്ടും കേൾക്കാതെയും അറിഞ്ഞും അറിയാതെയും ബട്ട് സ്റ്റിൽ യു കീപ് ടൈസ് വിത്ത് ദം. അങ്ങനെയൊക്കെയാണ് കച്ചവടം. Also, when it comes to advertisements, ഷീമാട്ടിയുടെ അഡ്വർടൈസ്മെന്റ് ഇപ്പോഴും ആളുകൾ 2013 ഇറങ്ങിയ ഒരു അഡ്വർടൈസ്മെന്റ് ഇപ്പോഴും ടൈംലെസ് പീസസ് എന്നാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സിന് ആൾക്കാർ പറയുന്നത്. സോ നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ്? അത് വി വാസ് ഷൂട്ടിംഗ് വിത്ത് ഡയറക്ടർ. അപ്പം വിജിയും ഞാനും ഒക്കെ പോയിട്ട് പതുക്കെ തുടങ്ങും. 2-3 കൊല്ലാകുമ്പോൾ ഇതിലൊരു ആഡ് ചെയ്തായെന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ പിന്നെ അന്നേരം ഷൂട്ട് ചെയ്യാൻ പോകാൻ പറ്റുന്ന സ്ഥലം എന്താണെന്നുള്ള ചോദ്യമാവും. ഞാനെവിടെയെങ്കിലും ഹൈദരാബാദിലൊക്കെ ആയിരിക്കും ഇങ്ങനെ വിളിക്കുമ്പോൾ. ഫെബ്രുവരി ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പറ്റത്തില്ല. US വരത്തില്ല, ഓസ്ട്രേലിയ എവിടെയും പറ്റില്ല. അപ്പം ഇനി ആഫ്രിക്കയേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല പോകാനെന്ന് പറയും. അപ്പോൾ ദെൻ വാട്ട് യു വോണ്ട് ടു ഡു? ഐ സെഡ് ഓക്കെ യു ക്യാൻ ഷൂട്ട് വിത്ത് ആനിമൽസ് എന്ന് പറയും. ആനിമൽസിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. സോ അങ്ങനെ. ആൻഡ് സ്ഥലം കാണാൻ അങ്ങനെ വരില്ല. അവിടെ ചെല്ലുമ്പോൾ പറയും പൊടിയാണെന്ന് പറയും. ഐ കനോട്ട് ഷൂട്ട് ഹിയർ, ഇറ്റ്സ് ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറയും. ശരി, എന്നാൽ പിന്നെ ഡസ്റ്റ് ഇല്ലാത്ത സ്ഥലം കണ്ടുപിടി. നേരത്തെ പോയിട്ടില്ല കാണാനായിട്ട്, പോകാൻ പറഞ്ഞിട്ട് പോയില്ല. നമ്മൾ കൂടെ പോയാലേ പോവുള്ളൂ. ഇങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട്. ഒന്നും പറയുമ്പോഴത്തെ ഒരു ഫോട്ടോഗ്രാഫറെ ആദ്യമായിട്ടാണ്, ഡയറക്ടറും ഫോട്ടോഗ്രാഫറും കണ്ടിട്ടില്ല. ഫോട്ടോഗ്രാഫറിനെ പാക്ക് ചെയ്ത് ഇന്ന് രാത്രി കയറണം. അവന് ഇന്ന് പോയിട്ട് പൊക്കോണം, താൻ ബോംബെയിൽ നിന്ന് കയറിക്കോ പോയിക്കോണമെന്ന് പറഞ്ഞു. സോ ഐ സെൻഡ് ദ ഫോട്ടോഗ്രാഫർ ടു ബി വിത്ത് ഹിം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല. ജോഹന്നാസ്ബർഗ് ആണോ ലൈക്ക് 2 സ്ഥലത്തിൽ എങ്ങോട്ടാണ് പോകണം, 2 ടിക്കറ്റാണ്.
ടിക്കറ്റ് മാറ്റി എടുത്തു, എവിടെയാണെന്ന് പറയത്തുമില്ല. ഫൈനലി ഐ വെന്റ് ആൻഡ് റീച്ച്ഡ് ഇൻ വൺ പ്ലേസ്. അപ്പോൾ ലാസ്റ്റ് ഷൂട്ടിങ് ഒക്കെ സർഫസ് ശരിയാവുന്നില്ല, ഷൂട്ടിങ് എടുക്കത്തില്ല. 5 ദിവസമായി 4 ദിവസമായി എനിക്ക് മോൻ തരത്തില്ല. വേറെ ഞാൻ പിന്നെ ഹോട്ടലിൻ്റെ അടുത്ത് പോയി ഇരുന്നു. അപ്പോൾ സാർ നൗ യു ഹാവ് ടു സ്റ്റാർട്ട് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ദാറ്റ് വാസ് എ ഹിന്ദു ബിലീഫ്. I saw elephant standing that side. When I came over, you start working with elephant, now things will work. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഓക്കെ നൗ എലിഫൻറ്റ്സ് എവിടെ ആഫ്രിക്കയിലാണ്, ഇതർ ഹാത്തി ആൻഡ് ഹിന്ദിക്കാരാ കോട്ടൺസ് ഹാത്തി ഇതർ. പിന്നെ അപ്പോൾ ഫോട്ടോഗ്രാഫർ എടുത്ത് താനൊന്ന് ഗൂഗിൾ എന്നൊരു കാര്യമുണ്ട്, തന്നെ ഒരു ഗൂഗിൾ കരോ കർക്കെ ദേക്കോ. അപ്പോൾ ഈ കർക്കെ ദേക്കോ ഇവൻ പോകത്തില്ല. ഞാൻ എൻ്റെ കൂടെ വന്ന ഫോട്ടോഗ്രാഫർ ഓടി. അനദർ 8 to 12 hour drive from there. He went all the way. He took the footage and found out what is there about the elephants. And the whole crew was transported with permission there and the area nearby to get it shot. അപ്പോൾ ഇത് പാട്ട് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, വിജി പാട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല, 2 ആഴ്ചയേ ഉള്ളൂ, പെർമിഷൻ കിട്ടണ്ട, ഇങ്ങനെ കാണാൻ പോകാൻ പെർമിഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജി കയറിപ്പോ. ഞാനില്ല, ഞാൻ എങ്ങാണ്ടാ, ഞാനില്ല, ബിക്കോസ് ഐ എം നോട്ട് ദേ, യു ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. അങ്ങനെ പോയി അവിടെ ഇരുന്നു, അന്ന് പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വന്നു. സോ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇറ്റ് വാസ് ബിഗ് ടീം വർക്ക് ആൻഡ് വി ആർ ഓൾ ക്രൈങ് ദേ. ഐ ഹാവ് ടു കം ബാക്ക് ഫോർ ദ വീവേഴ്സ് വെഡിങ് ഹിയർ. ഇങ്ങനെ ഷൂട്ടിംഗ് തീർത്താലല്ലേ എനിക്ക് വരാൻ ഒക്കൂ. സോ ഇറ്റ്സ് ഓൾ ബിഗ് മെസ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. പരസ്യത്തിൽ മാഡം അഭിനയിച്ചത് അന്ന് ഒരു സ്വയം അതിലേ വരിക എന്നുള്ളത് അതിനെ കുറിച്ചൊന്ന് പറയാമോ, അതെങ്ങനെ സംഭവിച്ചു? ഏത് പരസ്യത്തിലാണ്? പരസ്യത്തിൽ മാഡം തന്നെ വന്നിട്ടില്ലേ പണ്ടത്തെ? ഇതിലൊക്കെ ഉണ്ട്, അവിടെ ഇവിടെ ഒരു ഓണത്തിന് രണ്ടെണ്ണം ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇപ്പം ആന കല്യാണത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. കമ്മിങ് അപ്പ് ഒരെണ്ണത്തിലുണ്ട്, ബുൾ ഫൈറ്റിൽ ഒരെണ്ണത്തിലുണ്ട്. ഞാനങ്ങനെ കയറണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. വൺസ് ദ ഡയറക്ടർ ഓർ സംബഡി വോൺസ് ദെൻ ഐ ഗോ. അവരുടെ കാല് പിടിക്കും, എന്നെ ഒന്ന് വിട്ടിട്ട് എടുക്കാമോ പ്ലീസ്. ഇനി ബീനാമയ്ക്ക് വരും, വേറെ വല്ലവരും വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ മേത്ത് കള കയറും. അതേ നടക്കൂ. ലൈക്ക് ദേ വിൽ വോണ്ട് മീ ടു കം ഇൻ, സോ സ്ട്രിക്റ്റ്. സോ ദെൻ ഐ ഹാഡ് ടു ഗോ. അല്ലാണ്ട് ഞാനായിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ ആഗ്രഹമൊന്നുമില്ല. അതാണ് അവസ്ഥ. ബിക്കോസ് ഐ വിൽ ബി ബിസി അതർവൈസ്. പിന്നെ വന്ന് എവിടെയെങ്കിലും ഓടി വന്നിട്ട് പിറ്റേ ദിവസമായിരിക്കും ഷൂട്ടിങ്ങിനും കൂടെ പോകേണ്ടത്. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ടയറിങ്. വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ ബൈ കമ്പൽഷനാണ് പോയി നിൽക്കുന്നത് ഇപ്പോൾ. അതുപോലെ ഇനി സീമാട്ടിയിൽ നിന്ന് പിന്നെ ബ്രാൻഡ് ബീന കണ്ണനായിട്ട് റിവോൾവ് ചെയ്തു, അങ്ങനെ ഒരു ഇതുണ്ടോ? ഉണ്ട്, ഉണ്ടല്ലോ. ബിക്കോസ് ഓൾറെഡി ദർ ഇസ് എ ബീന കണ്ണൻ ബ്രാൻഡ് ഗോയിങ് ഓൺ, റൈറ്റ്? യു വുഡ് ഹാവ് നെവർ ബീൻ ടു ദ സ്റ്റോർ. അത് ആരാണ്ട് ഒരുത്തം മെട്രോയുടെ കേസ് അന്ന് നടന്ന് തീർന്നിരിക്കുകയാണ്. ഒരുത്തം വന്ന് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുക. മാഡം പറഞ്ഞു, അപ്പോൾ ഇത് ഏത് മെട്രോ, ഇതിലെ കൂടി പോകുന്നു, അയാൾ നിൽക്കുന്നത് കടയിലോ വീട്ടിലാണ്. ഹി വാസ് അറ്റ് ഹോം ബിക്കോസ് ഞാൻ വീട്ടിൽ പോയി അന്ന്. അപ്പോൾ വീട്ടിലേക്കാണ് വരാൻ പറയുന്നത്. കടയിൽ നിന്ന് വീട്ടിൽ ഈസ് ജസ്റ്റ് 2 kilometers. അപ്പം ഇത് എവിടെയാണ്, എന്താ സംഭവം എന്താണെന്നൊന്നും വാലും തലേ അറിയത്തില്ല. അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല അയാളുടെ അടുത്ത്. ഹൗ ഡസ് ദ മെട്രോ ഗോ എന്ന് ഞാൻ വായിൽ വിവരിച്ചാൽ പറ്റുമോ? അതവസ്ഥ. ബിനകണ്ണൻ ഈസ് ദേ ഓൾറെഡി, 5th floor, ഷീമാട്ടി കൊച്ചിൻ. Equal or maybe little okay, whatever you say. അത് രണ്ടും ഒരേപോലെ തന്നെ. ആൻഡ് ബീനാകണ്ണൻ is also grown a little bit bigger. Both, if you say Beenakannan it's Seemaati, if you say Seemaati it's also Beenakannan, my son will say. And that's how it is more or less. What's the question? ഞാൻ ചോദിച്ചത് ഷീമാട്ടിയാണ് തുടങ്ങിയത്, ബീന കണ്ണൻ ആരും അറിയില്ല. ബിക്കോസ് ബീന കണ്ണൻ ഷീമാട്ടിയേക്കാൾ വലിയൊരു ബ്രാൻഡായി കേരളത്തിൽ. ഞാൻ ചോദിച്ചത് അതിൻ്റെ ഒരു ഇവോൾവ്മെൻ്റായി ഞാൻ ചോദിച്ചത്, ആ ഒരു ജേർണി. പ്രത്യേകിച്ചൊന്നുമില്ല. I was as I told, things were going like all these. ഇങ്ങനെ പ്രൊഡക്ഷനിലും ഡെലിവറിയിലും ഡിസൈനിങ്ങിലും എവിടെയൊക്കെ വേണം അവിടെയൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലൈക്ക് ദേ വിൽ വോണ്ട് ടു സേ, ആണുങ്ങളെ പോലെ അല്ല, 4 ഷർട്ട് കാണിച്ചു കൊടുത്താൽ ഒരു ഷർട്ട് എടുത്തിട്ട് പോകും അല്ലേ. ഈ വെള്ളയ്ക്ക് പോയാൽ നിങ്ങൾ എത്ര നേരം എടുക്കും? ഹാർഡ്ലി 3 minute, ബില്ല് ചെയ്യാൻ 1.5 minute. 4.5 minute കൊണ്ട് ആണുങ്ങൾ ഔട്ട് ആണേ. നമ്മൾ 4.5 minute കൊണ്ട് ഔട്ടാകാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഒലകമ്മക ഭദ്രകാളി ഞാനായിരിക്കും അന്ന്. നിങ്ങളുടെ ഭാര്യ ഒരു കല്യാണ ആവശ്യത്തിന് നിങ്ങളുടെ മോളെയും നിങ്ങൾ ഷർട്ട് എടുക്കാനായിട്ട് കടയിൽ കയറിക്കേ. So she will take
5 hours into 10 times, but you will take 5 minutes. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് പഠിക്കുമ്പോൾ യു വിൽ ഓൾസോ ഇവോൾവ് ഫൈനലി. ഇവർക്ക് എന്താ വേണ്ടി, എങ്ങനെ കൊടുത്താൽ എങ്ങനെ പിടിക്കും, എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ, ലെവൽ ഓഫ് തിങ്കിങ്, റിക്വയർമെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പീരിയഡ്സ്, വൈ, വേ, ഹൗ. പിന്നെ ഐ നോർമലി ട്രാവൽ മച്ച് ahead of time and I come back and be with them. ഞാനങ്ങ് ഓടി അങ്ങ് പോവും, തിരിച്ച് റിവേഴ്സ് എടുത്ത് ഞാൻ വന്ന് നിൽക്കും. എൻ്റെ സ്റ്റാഫ് അങ്ങനെയല്ല. ഈവൻ ചിലപ്പോൾ ഓടി ഞാൻ ഇവിടം വരെ ഓടിപ്പോയിട്ട് തിരിച്ച് ഇവിടം വരെ വരും. എൻ്റെ സ്റ്റാഫ് ഓടി ഇവിടം വരെ പോയിട്ട് അഭിനവ് ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയും. ഏത് ഞാൻ ഇവിടം വരെ പോയിട്ട് തിരിച്ച് വന്ന് അവൻ അറിയുന്നില്ല. അവൻ ഇവിടുന്ന് ഓടി ഇവിടം വരെ പോയിട്ട് പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തതാണല്ലോ. ചെയ്തതാ, ക്ലയൻറ്റിന് അത് വേണം. ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് അടിച്ച് വേണം പഠിപ്പിക്കാൻ. ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഐ നീഡ് മോർ ഓഫ് ബനാറസി, പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നാൽ ഇവർക്കാർക്കും വേണ്ട, അറിയത്തില്ല, ഇഷ്ടമില്ല ഒക്കെ. ഇവർക്ക് ബനാറസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡർ, അങ്ങനെ ഒരു ജാല് കേട്ടോ ബനാറസി. അതല്ലാത്തതൊന്നും ബനാറസി അല്ല, അങ്ങനെ വേണ്ടു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് വേണോ അവിടെ ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണും, ചില സമയത്ത് നമ്മുടെ കൂടെ വീവിങ് സെക്ടർ കാണത്തില്ല. ഇപ്പം ബനാറസി ഇവർക്ക് വേണമെങ്കിൽ ഞാനൊരു അവിടുന്ന് തന്നെ ഞാൻ ആർട്ടിക്കിൾസ് ഇവിടെ കൊണ്ട് വെച്ച് കാണും. വെച്ചിട്ട് ചിലപ്പം വിൽക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി കാണാം. അങ്ങനെ 2-3 ചുറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതും വിൽക്കാതെ അവന്മാരൊക്കെ തെറി ഞാൻ പകുതി കേട്ടിട്ടുണ്ട്. കുറച്ച് അയക്കും, ബാക്കി കുറച്ച് ഞാൻ തന്നെ സഹിക്കേണ്ടി വരും. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾ കയറും. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ എങ്ങനെ മാർക്കറ്റിൽ 2000 രൂപ 1000 രൂപ തൊട്ട് ബനാറസി കിട്ടാൻ തുടങ്ങും. അത് ഉടനെ കിട്ടില്ലല്ലോ. ഈ ആവശ്യ വിനിയോഗത്തിലാകുമ്പോഴാണ് മാർക്കറ്റിൽ അത്രയും സസ്ത കിട്ടാൻ തുടങ്ങുന്നത്. ആ പോയിന്റിൽ അങ്ങനത്തെ സാധനങ്ങൾ കാണത്തില്ല. സോ ഇങ്ങനെ ഇവരുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓടാൻ പഠിക്കുമ്പോൾ എന്നെ എന്തിനു വേണേലും കൊള്ളാം. ലൈക്ക് കേരള ഈസ് യൂസിങ് മീ. ഈ ഒരു ഫിംഗർ നെയിൽസിൻ്റെ ടിപ്പ്, സ്മോളസ്റ്റ് ഫിംഗർ നെയിലിൻ്റെ ടിപ്പാണ് കേരള എന്നെ യൂസ് ചെയ്യുന്നത്. ഞാനിതൊന്നും അല്ല. മൈ കപ്പാസിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് രീതി റിവാസ് ഇസ് മച്ച് മോർ ഹയർ. അപ്പോൾ ഇവരിങ്ങനെയേ വേണ്ടു. ഇവർക്ക് സ്കാറ്റർ, കുത്താനേ ഇവർക്ക് അറിയത്തില്ല. ഞാൻ കൂടെ ഒന്ന് കുത്താനല്ലേ പറ്റുള്ളൂ, ഒന്നും എംബ്രോയ്ഡറി അല്ല. ഓക്കെ, നൗ ടു പുട്ട് ഇറ്റ് വെരി സിമ്പിൾ. ഈ വെള്ള ഷർട്ടാണ് ഫാഷൻ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വെള്ള ഷർട്ടാണ് ഫാഷൻ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? അവർക്കതേ വേണ്ടു. അങ്ങനെയല്ലേ പറ്റൂ. അപ്പം എനിക്കാണെങ്കിൽ ഇതിൽ ഗോട്ട ചെയ്യാൻ അറിയാം, ലൈനിനെ ചെയ്യാൻ അറിയാം. ഇതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മലയാളിയുടെ ഒരു ഡ്രസ് സെൻസ് പൊതുവെ ഭയങ്കര സട്ടിലാണ് വെൻ കമ്പയർഡ് ടു തമിഴിയൻ. റിപ്പറ്റേറ്റീവ്. അതാണോ സട്ടിൽ? അൺബിലീവബിളി റിപ്പറ്റേറ്റീവ് ആൻഡ് ഫോർ എ വെരി ലോങ് ടൈം. കയറിക്കഴിഞ്ഞാൽ പിടിക്കത്തില്ല, പിടിച്ചാലോട്ട് വിടത്തുമില്ല, വിട്ടാ വേറെ പിടിക്കത്തുമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഓവർ ദ പീരീഡ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ടേസ്റ്റിൽ? അത് പിടിക്കും പിടി വിടും, അതൊക്കെ 3-4-5 വർഷത്തിൽ ഒന്ന് മാറിന്ന് വരാൻ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പണ്ടേ അറിയാം. നിങ്ങൾ ഇങ്ങനെ വരച്ചപ്പോൾ ഇങ്ങനെ വരച്ചാൽ എനിക്ക് എന്താ വ്യത്യാസം? സോ വളരെ പരിമിതം. ബാക്കി ആന്ധ്രയിലൊക്കെയാണ് ക്യാൻ പ്ലേ. പക്ഷേ ഇഫ് യു വർക്ക് വിത്ത് ആന്ധ്ര ടേസ്റ്റ് യു കനോട്ട് കം ബാക്ക് ടു കേരള. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗദർ. ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് വേൾഡ്. യു ഹാവ് ടു ബി ദെയർ. അപ്പോൾ ഇവിടെ എനിക്ക് പിടിവിടേണ്ടി വരും. പിന്നെ അതുപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഇപ്പം എൻ്റെ കൂടെയുള്ള സ്റ്റാഫോ ആളുകളോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കിട്ടണം. അതും പാടാം. ലൈക്ക് ആള് കിട്ടണ്ടേ അതേമാതിരി. ബീനാക്കന്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെ അറിയാം? മൈക്രോ മാനേജർ ടൈപ്പ് എല്ലാത്തിലും I have to go there, I have to, although it's like you have now if 20 years train ചെയ്യുന്ന അങ്ങനെ ഇപ്പം now you started delegating more powers to. ഇപ്പം ഞാനൊന്നും ചോദിക്കത്തില്ല, നേരെ അപ്പർ ലെവലിൽ മാത്രം. തീരെ പെനിട്രേറ്റ് ചെയ്യത്തില്ല, ഡീറ്റെയിലിംഗ് ചോദിക്കത്തില്ല. എന്തെങ്കിലും നടന്നാൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ഐ റിയലി വോണ്ട് പെനിട്രേറ്റ് ഓർ ഫോളോ. അത് പറ്റില്ല. ബിക്കോസ് ഫോർ മൈ ഹെൽത്ത് ഓഫ് മൈ എക്സിസ്റ്റൻസ് ഇറ്റ് കെൻ നോട്ട് ഹാപ്പൻ. സോ ഒരു 10 വർഷം മുന്നേ പോലും ഡീറ്റെയിൽസ് ചിലപ്പോൾ ചോദിച്ചു എന്ന് വന്ന് കാണാം. 10-15 വർഷം മുന്നേ. ഇപ്പം പറഞ്ഞാൽ കേൾക്കും, വേണ്ട ആവശ്യമാണെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ ഐ ടെൽ ആൻഡ് ദേ മൂവ് അവേ. ഐ ആസ്ക് ദ പീപ്പിൾ ടു ഫോളോ അപ്പ്. ആവശ്യമെങ്കിൽ പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ ആളോട് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരുള്ളൂ. So I have introduced new system and new people to do many things and they are learning. അവർ പഠിക്കുമ്പം അവർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ വെടി കൊണ്ടിട്ടും അനങ്ങുന്നില്ല.
അത് വേറെ വെടികൊണ്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. യുനോ ഇറ്റ്സ് ടഫ് ബിക്കോസ് യുനോ എൻ്റെ വേ ഓഫ് തിങ്കിങ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ ന്യൂ വേ ഓഫ് തിങ്കിങ്. ആൻഡ് ദ ന്യൂ വേ ഓഫ് തിങ്കിങ് ഹൗ good it is, I cannot gauge. They say it is good, but it is not. So now ചെയ്യുന്നവർ പറയും നല്ലതാന്ന്, പക്ഷെ ഞാനും കൂടെ പറയണ്ടേ. and the summation, nobody knows the real story actually. It is still in the court. എന്താ സംഭവിച്ചത്? Still in the court. ലൈക്ക് എൻ്റെ നിങ്ങളുടെ വീട്ടിൽ 32 സെൻറ്റ് ഇങ്ങനെ നടുകൂടി മുറിഞ്ഞു പോയാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? ഇപ്പോൾ ഓരോരുത്തരും ഓരോ സെൻറ്റ് പോയപ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു, ബീന പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റാണ്. എൻ്റെ ക്ലോസ് അസോസിയേറ്റ്സ് ആയിരിക്കും. ബീന ചെയ്ത് തെറ്റായിപ്പോയി. ശരി, തെറ്റായിപ്പോയി. ബീന അങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ശരി, ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞു ഐ എം ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ദ വേ ഐ ഡിഡ്. 32 സെൻറ്റ് നിങ്ങളുടെ ഒരു സ്ക്വയർ റെക്ടാങ്കുലർ പ്രോപ്പർട്ടിയുടെ നടുക്കുന്നു 32 സെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു ബി വെരി സിമ്പിൾ, ഇന്ന് അവിടുത്തെ മെട്രോ പാർക്കിംഗ് ലൈക്ക് 4 റോ വണ്ടിയുടെ വീതിയിൽ കുറുകെ ഒരു 500 അടി. എൻ്റെ മാത്തമാറ്റിക്സ് വലിയ ശരിയായിരിക്കില്ല. 4 കാറിൻ്റെ വീതിയിൽ ഒരു 500 അടി പോവുകയാണെങ്കിൽ നിങ്ങളങ്ങനെ വെറുതെ നോക്കിയിരിക്കും. സാർ പ്ലീസ് കം എന്നങ്ങ് പറയുമോ? അങ്ങനെ പറയട്ടെ. ഇപ്പോൾ ഓരോ സെൻറ്റ് പോയപ്പോഴത്തേക്കൂടെ ഓരോരുത്തർ ചാട്ടം കുതി ഉണ്ടായിരുന്നല്ലോ. സമരം പിന്നെ കുത്തിവെപ്പ് വലിച്ചിടിയിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടപ്പാ? അന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ വേനെടുക്കുമല്ലേ? അപ്പോൾ എല്ലാവരുടെയും നാടാണ്. ഞങ്ങൾ രക്തം വെള്ളമാക്കിയിട്ടാണ് ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോലെ തയ്യാറായിരുന്നു. അവർക്കത് എടുക്കാൻ അറിയില്ലായിരുന്നു. ആ സിമ്പിൾ. അത് ഇന്ന് റിഗ്രറ്റ് ചെയ്തവരുണ്ട്. ഇന്ന് എന്നെ കണ്ട അല്ല, ഞാൻ ഫ്രീ ഓഫർ ചെയ്തു, അവർ ഫ്രീ ചോദിച്ചു. എൻ്റെ സ്റ്റാൻഡ് എന്താ? എൻ്റെ അച്ഛൻ പറഞ്ഞ വേറെ സ്റ്റാൻഡ് ഉണ്ടോ? ഇറ്റ് വാസ് മൈ സ്റ്റാൻഡ്. വി വർ റെഡി ടു ഗിവ് ഇറ്റ് ഫ്രീ. They were not there. They were threatening me for 1.5 years. The entire system, entire metro system. I was crying like അവിടെ മെട്രോയിൽ പോയി ഇരുന്ന് കണ്ണീർ ഒലിപ്പിക്കുകയായിരുന്നു. 1.5 കൊല്ലം. 1, 2, 3 അല്ല, ഒരു 600 പ്രാവശ്യം. നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടി, ആണോ പെണ്ണോ, നിങ്ങളുടെ അനിയത്തിയോ ചേട്ടത്തിയോ ഭാര്യയോ മകളോ ആരെങ്കിലും ഒരാൾ അങ്ങനെ പോയി എന്ത് കാര്യം നിങ്ങൾ നോക്കിയിരിക്കുമോ? നിങ്ങൾക്ക് അത്ര ചങ്കില്ലാത്ത മനുഷ്യരാണോ? ആണോ? 1.5 കൊല്ലം. പിന്നെ പോയി മെട്രോയിൽ പോയി അവർ പറയും നിങ്ങൾ മെട്രോ റെയിൽവേ റൂളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ റെയിൽവേ റൂൾ പോയി പഠിച്ചിട്ട് വാ. ആർക്കും അറിയത്തില്ല റെയിൽവേ റൂൾ പഠിപ്പിക്കാൻ. ഒരു അഡ്വക്കേറ്റിനും അറിയത്തില്ല, എൻ്റെ അസോസിയേറ്റ്സിനും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല പറഞ്ഞുതരാൻ. വക്കീലിൻ്റെ അടുത്ത് പോയി സാർ റെയിൽവേ റൂൾ ദേ കിടക്കുന്ന ബുക്ക്, ആർക്കും അറിയത്തില്ല, പറഞ്ഞുതരാനും അറിയത്തില്ല, വായിച്ചാലും മനസ്സിലാവത്തില്ല. വാട്ട് എവർ ദ റെയിൽവേ റൂൾ സേസ് ഇസ് ദാറ്റ് അവിടുന്ന് ആരെങ്കിലും ചാടി ചത്ത ഷീമാർട്ട് ഈസ് റെസ്പോൺസിബിൾ. ആരെങ്കിലും അവിടുന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ് താഴെ കിടക്കുന്ന കാറ് ചീത്തയായാൽ ഷീമാർട്ട് ഈസ് റെസ്പോൺസിബിൾ. മെട്രോ ട്രെയിൻ വന്ന് കെട്ടിടത്തിൽ വന്ന് ഇടിച്ച് കെട്ടിടത്തിന് എന്തെങ്കിലും റിപ്പയർ വന്നാൽ, ഷീമാർട്ടിക്ക് എന്തെങ്കിലും റിപ്പയർ വന്നാൽ മെട്രോ ട്രെയിൻ വിൽ നോട്ട് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ഞങ്ങൾ ഓണത്തിന് ക്രിസ്മസിന് വന്ന് കാർ പാർക്കിങ്ങൊക്കെ അന്ന് ഫുള്ളായി ഓവർഫ്ലോ ചെയ്യുന്ന സമയമാണ്. വന്ന് വിസിലടിച്ചാൽ നിങ്ങൾ എല്ലാ കാറും മാറ്റിത്തരണം. ഞങ്ങളുടെ കസ്റ്റമർ ഏത് ഫ്ലോറിലുള്ളതെന്നോ അത് ഇറങ്ങി പുറത്ത് പോയാൽ ഞങ്ങൾ പോയി അന്വേഷിക്കാൻ പറ്റുമോ? എത്ര അനൗൺസ് ചെയ്യേണ്ടി വരും? അവർക്ക് ഡ്രില്ല് വരുമെന്ന്, അവർക്ക് റിപ്പയർ വരുമെന്ന്, ഒന്ന് വിസിൽ ചെയ്യുമെന്ന്, അപ്പോൾ നമ്മളിതൊക്കെ മാറ്റി കൊടുക്കണമെന്ന്. ഞങ്ങൾ വലിയ മതിൽ കെട്ടും, 2 സൈഡിൽ കൂടെ മതിൽ കെട്ടും. അപ്പം ഇതെങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യും? അപ്പുറം ഒരു ലാൻഡ് ഇപ്പുറം ഒരു ലാൻഡ്, ഞങ്ങളുടെ ഗേറ്റൊക്കെ അപ്പുറയാ. ചാടി വരുമോ കസ്റ്റമേഴ്സ്? ഞങ്ങൾ 2 അടി പൊക്കത്ത് ഗേറ്റ് കെട്ടി കളയും. യു വിൽ നോട്ട് ബി ഏബിൾ ടു ക്രോസ് ഇറ്റ്. അങ്ങനെയും പറയും. സോ ഒരു സാധാരണ ഒരു സ്ത്രീക്കോ ഒരു സമൂഹത്തിനോ മനസ്സിലാകാത്ത ഭാഷയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു എൻട്രൻസ് സാറേ, ആ എൻട്രൻസ് തരാനൊക്കത്തില്ല. എൻ്റെ വണ്ടി കയറണ്ടേ? എൻ്റെ മെയിൻ എൻട്രൻസ് അവിടെയാണ്. MG റോഡിൽ നിന്ന് ഒരു എൻട്രൻസ്, അതും they took it away. I had to go all around. For years, still now I am doing it. എൻട്രൻസ് ഇല്ല. ആകെപ്പാട് എന്താ വേണ്ടി? നിങ്ങൾ എൻ്റെ ലാൻഡ് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോന്ന് വരെ ഞാൻ പറഞ്ഞു. എനിക്ക് കാർ പാർക്ക് അനുവദിക്കണം. ഇല്ല, മെട്രോയുടെ താഴെ വണ്ടി നിർത്താനേ പറ്റില്ല. ഞാൻ പറഞ്ഞു ആലുവ തൊട്ട് ഇവിടം വരെ എത്ര വണ്ടി ലോറി അതിൻ്റെ താഴെ കിടക്കുന്നത്, എന്തുകൊണ്ട് അതിൻ്റെ താഴെ കാർ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല? അത് പറ്റത്തില്ല. ഇതൊക്കെയാണ് റൂള്. അപ്പം ഞാൻ T ജംഗ്ഷനിൽ വണ്ടി ക്രോസ് ചെയ്യാനുള്ള പാലത്തിൻ്റെ താഴെ കൂടെ അപ്പം എങ്ങനെ ക്രോസ് ചെയ്യും? അത് കാർ പാർക്ക് ആക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ അതിൻ്റെ താഴെ കെട്ടിടമൊന്നും മണിമാളിയൊന്നും കെട്ടാൻ പോകുന്നില്ലല്ലോ. അതിനുള്ള പെർമിഷൻ നിങ്ങൾ തരത്തുമില്ലല്ലോ. മെട്രോയുടെ താഴെ ഐ എം നോട്ട് ഗോയിങ് ടു ബിൽഡ് എ 7-story ബിൽഡിംഗ് ഫോർ വിച്ച് യു വിൽ നെവർ ഗീവ് പെർമിഷൻ ഓൾസോ. കാര്യം നോർത്ത് ഇന്ത്യൻ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവർ ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി.
ഇങ്ങനെ കരയിക്കുന്നുണ്ട്. അവിടെ വിങ്ങി വിങ്ങി കരയുമായിരുന്നു. ഇവർ ഓരോ ദിവസവും പറയുന്നത്. അപ്പോൾ അടുത്ത് അതേസമയം ഇവിടെ സൗത്തിൽ ദേ ക്യാൻ ബിൽഡ് എ ബിൽഡിംഗ് വെരി ക്ലോസ് ടു മെട്രോ ആഫ്റ്റർ ദേ ഹവ് സ്റ്റാർട്ടഡ് മെട്രോ. എൻ്റെ അടുത്തുള്ള ആൾക്ക് അവിടെ ഒരു എലിവേറ്റർ വെക്കാം, എൻ്റെ നെയ്ബറിന് അയക്കും പണിയാം, അതിനൊക്കെ അവർക്ക് പെർമിഷൻ കൊടുക്കാം. അപ്പം ഞാൻ ആര്? എന്തുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് അനുവദിക്കത്തില്ല? എൻ്റെ ഒറ്റ ആവശ്യം അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പോൾ വണ്ടിയിലെ പാർക്ക് ചെയ്യുന്നത്. ഐ വാണ്ടഡ് ദ പെർമിഷൻ ആൻഡ് ദ ലാൻഡ് ടു ബി ഇൻ മൈ നെയിം. അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ് ആളുടെ പുറയിൽ ഞാൻ പോയി അവർക്ക് ദക്ഷിണ വെക്കാൻ എനിക്ക് ആവതല്ല. കള്ള് വല്ലതും വിറ്റിരുന്നേ കൊണ്ടേ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ കള്ള് വിൽപ്പന തുടങ്ങിയിട്ട് ഞാൻ കൊണ്ടേ കൊടുക്കാം. ഇനി വി ക്യാൻ നോട്ട്, ബിക്കോസ് ഓരോ ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് അവരൊരു കാലിൽ പോയി പിടിക്കാൻ പറ്റുമോ? അപ്പം മീന ചെയ്ത് കംപ്ലീറ്റ് തെറ്റാണ്. കംപ്ലീറ്റ് തെറ്റാണ്. എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തത് ശരിയാണ്. ബിക്കോസ് ഞാൻ പോയതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്താ പറഞ്ഞത്, അവരെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. വേറൊരാളെ വിട്ടിരുന്നെങ്കിൽ അവർ 2 സ്മോൾ വാങ്ങിച്ച് കുടിച്ച് കാണും. എൻ്റെ താഴെയുള്ളവർ അവരെന്ത് വേണം എസ് പറഞ്ഞു കാണാം. ചിലപ്പോൾ അത് വേണ്ടി വന്നില്ലല്ലോ. സാധാരണക്കാർ കൊടുക്കുന്ന വരി ഞാനും കൊടുത്തു, അത്രയും. അപ്പോൾ സാധാരണക്കാരന് 1 സെൻറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് വാൻ എടുക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ, അതുവരെ അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയും നാൾ രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ സ്ഥലം നടുക്കൂടി മുറിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എൻട്രിയും ഇല്ല, പാർക്കിങ്ങും ഇല്ല. അത് അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിന് നിങ്ങളെ ട്രെയിനിൽ കയറ്റി ഇരുത്തി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പിന് ഞങ്ങളെ വിളിച്ചിട്ട് പോലുമില്ല. ഞാൻ ബീന കണ്ണനായിപ്പോയി. അതായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. വഴിയും ഇത് ഒരുമിച്ചാണ് കിടക്കുന്നത്. അതിനി അവർ കറക്റ്റ് 8, 10, 15 കൊല്ലം കാത്തിരിക്കണം സിവിൽ കോർട്ട് തീരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ആയുസിൽ ഇത്രയും വർഷം 50 കൊല്ലം അവിടെ നിന്നൊരു സ്ഥാപനം, 100 കൊല്ലം അവിടെ നിന്നൊരു സ്ഥാപനം, ഒരു വഴി MG റോഡെന്ന് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലേ? അല്ല, അതിൻ്റെ താഴെ വണ്ടി ഇടാനോ എന്ന് ചോദിക്കാൻ എനിക്ക് അർഹതയില്ലേ? അതാണ് വലിയ തെറ്റ്, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ അവരുടെ പേര് കിടന്നിട്ട് ഇവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ഗവൺമെൻറ് മാറുമ്പോൾ ഞാൻ അവരെ പോയി കാലിൽ പോയി പിടിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്ഥലത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കൊമ്പും പുറത്തുകൊണ്ട് വരും. അത് പറ്റില്ല. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ആൻഡ് ഗിവൺ. വയ്യേ നിങ്ങൾ പൈസ തന്നിട്ട് പൊക്കോ. പൈസ വാങ്ങിച്ചു, ദാറ്റ്സ് ഇറ്റ്. ഒരു 2-1 പറയണ്ടേ? ചുമ്മായിട്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ലോകത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ മെട്രോ വന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. പെട്ടെന്ന് വിസിലടിച്ചാൽ കാർ മുഴുവൻ മാറ്റണം, അവിടെ അവരുടെ ആളുകൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? Last time when Prime Minister Modi you shared the stage with him. So how did that happen? Politicians. I just went in. I got an invite. Is that a political statement? അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചർ എവിടെ കൂടി ഇട്ട് പോകുന്നുണ്ടോ? പോകുന്ന കഥയുടെ പോക്കുണ്ടോ? എറിയിൽ ഇതൊന്നും നമ്മുടെ അടുത്ത് വലിക്കത്തില്ല കേട്ടോ. ഒന്നും ചെല്ലൂരട്ടോ, കേന്ന് മുളിപ്പോൾ താഴെ വീഴും. അങ്ങനെ ചോദിച്ചവരുണ്ടല്ലോ, ഇലക്ഷൻ മുന്നേ വിളിച്ച് ചോദിച്ച കക്ഷികളുണ്ടല്ലോ. താൻ ധൈര്യമായിട്ട് ചെയ്തോളോ, ഞാനില്ല ഇപ്പോഴെന്ന് ഞാൻ പറഞ്ഞു അയാളോട് തന്നെ. I'm not into politics. No, but that was a big statement. If you think it is, it was. You once said it was an honor to share the dais with them. Yes, why not? ഒരാൾ വൃത്തിയായിട്ട് രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാടില്ല? ഐ യൂസ് ടു അപ്രീഷിയേറ്റ് ഇന്ദിരാഗാന്ധി. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ക്യാമറ ചിലപ്പോൾ തെറ്റായിരിക്കുന്നിരിക്കാമെന്ന്, നമുക്കറിയില്ല. അത് ആസ് യു ഗ്രോ അപ്പ് ആസ് എ ചൈൽഡ് വാട്ട് എവർ യു സീ. അപ്പം നമ്മുടെ രാജ്യം നന്നായി നടക്കണം എന്നുള്ള ഒറ്റ ഇൻറ്റൻഷൻ എനിക്കുള്ളൂ. ചെറുപ്പക്കാർ എന്തുകൊണ്ട് നാട്ടിൽ വന്ന് രാജ്യം ഭരിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയില്ല. അപ്പോൾ ഉള്ളവരെയും കൂടി നിങ്ങൾ നാട് കടത്തി വിടുന്നുണ്ട് ഇവിടുന്ന്, അല്ലേ? കെട്ടും കെട്ടി വിട്ടിട്ടില്ലേ? ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ആലോചിച്ചില്ല അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. മണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തിന് കണ്ട ഒരു മണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? എടാ, എന്ത് ഇംപ്ലിക്കേഷൻ വന്നാലും ഞാൻ എൻ്റെ രീതി നേരെയാണെങ്കിൽ ഐ നോ ഹൗ ടു ഫേസ് ഇറ്റ് ആൻഡ് വാക്ക് അറൗണ്ട്. മൈ ഇൻറ്റൻഷൻസ് ആർ സിമ്പിൾ, സ്ട്രെയിറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്രൂക്കഡ് അറ്റ് എനി പോയിന്റ്. എവിടെയെങ്കിലും ക്രൂക്കഡ് ഉണ്ടെങ്കിലല്ലേ ഞാൻ പേടിക്കേണ്ടതുള്ളൂ. ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന എന്താ ഇംപ്ലിക്കേഷൻ?
വരട്ടോ വരുന്നിടത്തോ ഇതിനേക്കാളും പല ഇംപ്ലിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കലി കൊണ്ട് താങ്ങി കൊടുത്തേണ്ട. ഐ ലൈക്ക് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് സിമ്പിൾ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ഗ്രേറ്റ്. ബീന കണ്ണൻ ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ ബ്രേക്ക് ചെയ്ത ഒരു ബിസിനസ് വുമൻ ആണ്. അതേപോലെ ഇതിനും ഞാൻ തെറി കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത വീട്ടുകാരെടുത്തുനിന്ന്. എന്താ എന്തിനോ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഡോക്ടർ കുട്ടിയുടെ ചാടിയിട്ട് പോയി. ആ പറ. അതേപോലെ ജെൻഡർ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ബിസിനസ്സിൽ യു ആർ എ സക്സസ്ഫുൾ ബിസിനസ് വുമൻ. അധികം സ്ത്രീകളില്ലാത്ത ഒരു ഫീൽഡിൽ യു ആർ എ സക്സസ്ഫുൾ ബിസിനസ്. അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ ചെറുപറാന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ ചെറുപറാന്ന് പെണ്ണുങ്ങളുണ്ട്. ഇനി കേരളത്തിലെ കാര്യം തനിക്ക് കേൾക്കണമെങ്കിൽ ബാംഗ്ലൂർ പോയി തട്ടിയാലും മുട്ടിയാലും പെണ്ണുങ്ങൾ ഹലോ മാഡം എന്ന് പറഞ്ഞ് 4 സെൽഫി അടിച്ചിട്ട് പോകുന്ന കാണാം. കേരളത്തിലില്ലല്ലോ. കേരളത്തിലുള്ളവരെ ബാംഗ്ലൂർ കാണുന്നത്. അതുണ്ട്. Selling in Bangalore, my dear, they are buying for Kerala from Bangalore. You cannot buy from Kerala for Kerala. അവസ്ഥ ഇല്ല. അതുകൊണ്ട് പൊതുവെ വിമൻ ആർ ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയാറുണ്ട്. ഇൻ യുവർ കേസ് ഓൾസോ ഫാമിലി ബിസിനസ് അങ്ങനെ തന്നെയാണോ? പേഴ്സണൽ എക്സ്പീരിയൻസ് അത് തന്നെയാണോ? താൻ താഴെ വന്നിരുന്നോ? എവിടെ എവിടെ വന്നിരുന്നു? ഇന്ന് താഴെ വന്നിരുന്നോ? ഇല്ല. ഇന്ന് വന്നവരോടൊന്ന് ചോദിച്ചേ എന്താണ്? I think he brought his grandkid. She's downstairs. No, she's gone. അല്ല, എന്നെ ഒരു മണിക്കൂർ കാത്തിരിക്കുമായിരുന്നു താഴെ പോർട്ടിക്കോയിൽ ബീനമ്മ പോവാനായിട്ട്. സോ I just could not leave her back, so I brought her up. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വേറൊരു കൈൻഡ് ഓഫ് മിത്തിനെയാ പൊളിക്കുന്നത്. ബിക്കോസ് പൊതുവെ മലയാളി സ്ത്രീകൾ ഒരു ഏജ് ആകുമ്പോൾ ഈ പേരക്കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കൺവെൻഷണൽ നോഷൻ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത ഒരാളെന്നാണ് എപ്പോഴും താങ്കളെ പറ്റി പറയാറ്. ബിക്കോസ് ആ ഒരു ഏജിനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് സ്റ്റിൽ ഹാപ്പനിങ് ആയിട്ട് ഇരിക്കുന്ന പലരും അസൂയയോടുകൂടി പറഞ്ഞു കേൾക്കുന്ന ഒരു പേരുകൂടിയാണ്. അപ്പോൾ ഈ ബാക്കി സ്ത്രീകളോട് എന്താ ഒരു വൺ പീസ് ഓഫ് അഡ്വൈസ് എന്താ? ലൈഫ് ഡസൻ എൻഡ് വൺസ് യു ടേൺ 50 or 60 എന്നുള്ള എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? Age is just a number. It's how you feel, how you can carry yourself, how you can feel yourself from within. ഇപ്പോഴും എനിക്കൊരു 20 വയസ്സായ ഒരിതേ ഉള്ളൂ. മക്കൾ കൈക്കൂടെ പോയി ഞാൻ മറന്നേ പോയി. ഇപ്പോഴേ ഐ എൻജോയ് മൈ ഗ്രാൻഡ് ചൈൽഡ്. പിന്നെ അവൾ വന്നാൽ ഞാൻ ചേർക്കും, വന്നില്ലെങ്കിൽ ഐ ലീവ് വർ. ഓക്കെ, ഇത്രയും വന്നില്ലേ സുഖം അങ്ങനെ വിചാരിക്കും. ഇറ്റ്സ് എ ഫൈൻ. You are young at mind. അപ്പോൾ പിന്നെ ബോഡി വിൽ ബിഹേവ് അക്കോർഡിംഗ്ലി, യുവർ മൈൻഡ് വിൽ ഓൾസോ ബിഹേവ് അക്കോർഡിംഗ്ലി. ദെൻ വൈ വറി? അപ്പോൾ കുറച്ചൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ നോക്കേണ്ടി വരും. That's it. Your body maintenance you have to take care also. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഇന്ററാക്ഷനിൽ പറഞ്ഞിരുന്നു, ലൈക്ക് റിലേഷൻഷിപ്സിൽ നമ്മൾ ഒരുപാട് ഓവർ ഇൻവോൾവ് ആവരുത് എന്ന് പറഞ്ഞിരുന്നു. വൈ ഡിഡ് യു സേ ദാറ്റ്? ഇപ്പോൾ ആരോ എന്തുകൊണ്ട് ചോദിച്ചില്ലേ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചോദിക്കുമെന്ന്? ഞാൻ ചോദിക്കാറേ ഇല്ല. ചിലപ്പോൾ കസിൻസ് ഹോസ്പിറ്റലായിരിക്കും. ഒരാൾ ബ്രെയിൻ സർജറി ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. കൊറോണ ടൈമിൽ എങ്ങോണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പാടാണ്. തുണി അലക്കാൻ വരും, തിരിച്ചു കൊടുത്തു വിടണം. ചിലപ്പോൾ അതൊക്കെ കയറ്റി വിടത്തില്ല, ചിലപ്പോൾ ഫുഡ് കയറ്റി വിടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മുഴുവൻ ചോദിക്കത്തില്ല ഞാൻ. ഐ നോ ഇറ്റ് ഇസ് ഹാപ്പനിങ്, ബട്ട് ബിക്കോസ് ഐ എം നോട്ട് ഹാൻഡ്സ് ഓൺ എവറിഥിങ്. അപ്പോൾ കിട്ടിയോ, ശരി, ആർ യു ഓൾ റൈറ്റ്? അത് വല്ല ഫോൺ വന്നാൽ അന്നേരം മാത്രം ചോദിക്കും. പണ്ടാണെങ്കിൽ ഐ വിൽ ലൈക്ക് ടു ഗോ ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് എവറി സിംഗിൾ ബിറ്റ്. ഇന്ന് എന്ത് പോയി ലഞ്ചിന്, തുണി വന്നത് അലക്കി പോയോ, അവിടെ കയറ്റിയോ, ഇങ്ങനെ എല്ലാ ബിറ്റും ഞാൻ ചോദിക്കാനൊന്നും നിൽക്കത്തില്ല. ഒരാൾ ഇന്നലെ പറഞ്ഞു ശബരിമലയ്ക്ക് പോവാന്ന്. അപ്പോൾ ആരും ചോദിച്ചാൽ എപ്പോൾ പോകുന്നു, ആരോട് പോകുന്നു? അവൻ എനിക്കറിയത്തില്ലേ, അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ നാളെ കഴിഞ്ഞ് വരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ ഡോണ്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽസ്. ആരുടെ അടുത്തും ഡീറ്റെയിലിങ്ങിന് നിൽക്കില്ല. വല്ല ഇങ്ങോട്ട് പറഞ്ഞാൽ ആവശ്യമെങ്കിൽ കേൾക്കും, ആവശ്യമില്ല ചിരിച്ചിരിക്കുകയാണെങ്കിൽ പണ്ടേ പോയേക്കും. സോ നമ്മൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കി എല്ലാ നല്ലതും എല്ലാ ചീത്തയും നമ്മൾ തല കയറ്റി വെച്ചുകൊണ്ടും ഇരിക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ഹാവ് 150 ഫ്രണ്ട്സ്. ഒരു ലിമിറ്റുണ്ട്. 50-60 ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കത്തുള്ളൂ. അത്രയും പേരുടെ കഥയും അത്രയും പേരുടെ എല്ലാമും നല്ലതും ചീത്തയും കേൾക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരവിടെ വിട്ടിട്ടങ്ങ് പോകും. ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഹാർഡ്ലി ടോക്ക് ടു എനിബഡി. മിണ്ടാതിരിക്കും മിക്കവാറും. മിണ്ടുവേ ഇല്ല. പിന്നെ ഇയാളുടെ കഥ ഇപ്പം ഞാൻ കേട്ടിട്ട് എനിക്കെന്ത് പ്രയോജനം?